നമ്മുടെ വെബിനാറിലേക്ക് എല്ലാവരും എന്താ പറയുക എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വാം വെൽക്കം ഓൺ എ സാറ്റർഡേ ഈവനിങ്. നമ്മളോടൊപ്പം ഉള്ള ആൾ ഞാൻ പലയിടത്ത് ഇൻട്രഡക്ഷൻ ഇട്ടിരുന്നു. ബട്ട് ഫൈസ് ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻട്രഡ്യൂസ് അഗെയിൻ ഹിം. ഫൈസ് ഒരു സുഹൃത്താണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ഫോമാറ്റ് തന്നെ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഫൈസുമായുള്ള ഐ വിൽ സ്റ്റാർട്ട് സം ക്വസ്റ്റ്യൻസ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പലർക്കും പല ചോദ്യങ്ങളുണ്ടാവും. ഫൈസിൻ്റെ ഒരു ജേണിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇൻസ്പയറിങ് ഉണ്ട്. അപ്പം അത് എന്തുകൊണ്ടത് ഇൻസ്പയറിങ് എന്ന് വെച്ചാൽ, ഇന്ന് ഫൈസ് ജസ്റ്റ് നോട്ട് ഇപ്പം ഫൈസ് എത്തി നിൽക്കുന്ന ഒരു സംഗതി ഡെഫിനറ്റ്ലി ഇൻസ്പയറിങ് ആണ്. അതായത് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു PhDക്ക്, അതും ഇന്നത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക്ക് AMLൻ്റെ, അത് എയുടെ MLൻ്റെ ഒരു എത്തിക്കൽ സൈഡുമൊക്കെ ഉള്ള ഒരു ജേണിക്ക് അവിടുത്തെ തന്നെ ടോപ്പ് പ്രൊഫസറുമായിട്ട് US യൂണിവേഴ്സിറ്റീസ് പൊതുവിൽ അനുവദിക്കുന്ന മാക്സിമം വൺ ഓഫ് ദ മാക്സിമം ലെവൽ ഓഫ് സ്കോളർഷിപ്പിൽ ഇന്ത്യൻ മണിക്ക് ഇക്വലൻ്റ് ആയിട്ട് ഒരു 5 crore നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു എമൗണ്ടിൽ ഹി സെലക്റ്റഡ് ടു ഡു ഹിസ് PhD. പക്ഷേ അതൊരു ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലൊരു PhD മാത്രമല്ല എന്നെ ഇപ്പം ഫൈസിനെ നിങ്ങളുടെ അടുത്ത് ഫൈസായിട്ട് ഇങ്ങനെ ഒരു ചർച്ച നിങ്ങളോട് ചെയ്യിപ്പിക്കണം എന്ന് തോന്നിയത്. ദർ ആർ മൾട്ടിപ്പിൾ ഏരിയാസ് ദർ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും, ഫൈസിൻ്റെ ആ ജേണി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഓക്കെ ആണെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് മെസ്സേജിലൊന്ന് ഇട്ടാൽ, ജസ്റ്റ് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്ത് മെസ്സേജിലിട്ടാൽ നന്നായിരുന്നു. ഇതൊരു ഒരുമിച്ച് നമുക്ക് പോകുന്നത്, ഞാനും ഫൈസ് മാത്രം വർത്താനം പറയുന്ന ഒരു സംഗതിയല്ല. നിങ്ങൾക്ക് ഓരോ ഇടത്തേക്കുള്ള ചോദ്യങ്ങൾ ഇടാം. ജസ്റ്റ് എനിക്ക് ആ ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, വീഡിയോയും ഓഡിയോയും ഒക്കെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നൊന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരുന്നു. തംസപ്പ് ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. ഞാൻ ഇൻകോൾ മെസ്സേജസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, ആരും ഒന്നും പറയുന്നതായി തോന്നുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നമാണോ? യെസ്, നിഹാൽ ഇട്ടോ. യെസ്, താങ്ക് യു നിഹാൽ. ഓക്കെ, ഡെഫിനറ്റ്ലി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വോയിസ് കോള് ഡ്യൂ ടു സം ഇഷ്യൂസ്, നമ്മൾ ഇന്ന് വോയിസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ട്. നമുക്ക് ചാറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേസമയം വി വിൽ ബി പാർട്ട് ഓഫ് ദിസ് ഡിസ്കഷൻ. ഇതിപ്പോൾ നമ്മളുള്ളത് ക്രിങ്കിൻ്റെ ഓഫീസിലാണ്. ഇതാണ് ക്രിങ്കിൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് ആൾക്കാരാണ് ഇപ്പം ഇന്ന് വൈകി 8:30 ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫൈസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി. അപ്പം ഫൈസ്, നമുക്ക് തുടങ്ങാം. Sure. Thank you for inviting me. Thanks to the team. ഫൈസിൻ്റെ വളരെ ചെറിയൊരു ഇൻട്രഡക്ഷൻ, കാരണം നമുക്ക് നീണ്ട ഇൻട്രഡക്ഷനുകൾ ഓരോ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫൈസിൻ്റെ നാട്ടിൽ എവിടെയാണ്, അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ. അപ്പോൾ കുടുംബം എവിടെയാണ് ജനിച്ച് വളർന്നത്? Definitely. So, നാട് മലപ്പുറം മഞ്ചേരിയാണ്. പക്ഷെ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എല്ലാം സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ്. അപ്പോൾ ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ ISJയിലാണ് പഠിച്ചതെല്ലാം. ആരെങ്കിലും ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ സ്കൂൾ മേറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിലും അതും കമന്റിൽ ഇടാം കേട്ടോ. ഞങ്ങളിവിടെ ഫൈസ് ഇവിടെ ക്രിങ്കിൽ ജോയിൻ ചെയ്തപ്പം എന്താ പറയുക, ഫൈസിന്റെ സ്കൂൾ മേറ്റ്സും ഈ എന്താ പറയുക എനിമി സ്കൂൾ മേറ്റ്സിനെയും ഇവിടെ മീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇവിടെ കൊളീഗ്സ് ആയിട്ടുണ്ട്. സോ ജിദ്ദയിലെ വൺ ഓഫ് ദ പ്രോമിനന്റ് സ്കൂൾസ് ആണ് എംബസി സ്കൂൾ എന്ന് പറയുന്നത്. അവിടെയാണ് പഠിച്ചതെല്ലാം. ആൻഡ് ഫാമിലി അവിടെ തന്നെ ആയിരുന്നു. Alhamdulillah, it was a very good experience. മദറും ഫാദറും എഞ്ചിനീയേഴ്സ് ആണ്. Yes. മദറും ഫാദറും എഞ്ചിനീയേഴ്സ് ആണ്. ആൻഡ് ഫാദർ അവിടെ അൾട്രബിയ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഫോർ ലാസ്റ്റ് 40 years. Alhamdulillah. ആൻഡ് മദർ സ്കൂൾ ടീച്ചറാണ്. ഷീ ഈസ് ഓൾസോ ടീച്ചിങ് സയൻസ്. സിസ്റ്റേഴ്സ്, കുടുംബം അവരുടെ? സോ എനിക്ക് 2 സിസ്റ്റേഴ്സ് ആണുള്ളത്. ഒരു എൽഡർ സിസ്റ്ററും ഒരു യങ്ങർ സിസ്റ്ററും. എൽഡർ സിസ്റ്റർ ഇപ്പോൾ അവർ രണ്ടുപേരും സൗദിയിലെ എംബസി സ്കൂളിൽ തന്നെ ആയിരുന്നു പഠിച്ചിരുന്നത്. എൽഡർ സിസ്റ്റർ ഇപ്പം ജർമ്മനിയിൽ സെറ്റിൽഡ് ആണ്. യങ്ങർ സിസ്റ്റർ ഇപ്പോൾ ഷീ ഈസ് ഡൂയിങ് ഹർ BSW ഇൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, മഹാരാഷ്ട്രയിൽ. ഗ്രേറ്റ്. അപ്പം ഫൈസ് ഒരു 10th വരെ അവിടെ പഠിച്ചു അല്ലേ, സൗദിയിൽ പഠിച്ചു. പിന്നീട് 12th ഇവിടെ എത്തി, ജെയ്ക്ക് പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് ചാൻസിൽ ജെയ് കിട്ടി. അപ്പം എനിക്ക് അതിലും ഒരുപാട് പേരൻസ് ഇവിടെ ഉണ്ട്. ഡെഫിനറ്റ്ലി എൻജിനീയേഴ്സ് ഉണ്ട്, നമ്മളെ കേൾക്കുന്നവരിൽ ഒരുപാട് എൻജിനീയേഴ്സ് ഉണ്ട്.
അപ്പം അത് IITians വരെ ഉണ്ട്. ഞാൻ ഗ്രൂപ്പിൽ നോക്കിയപ്പം ക്വിസാറ്റിൽ നിന്നും IIT നിന്നും ഒക്കെ ഉള്ളവർ നമ്മുടെ ഈ ഒരു എന്താ പറയുക ചർച്ച കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കണത് നമുക്ക് പിന്നാണെങ്കിൽ എനിക്കതിൽ നിന്ന് ഫായിസ് ഒരു ജെയിലേക്ക് പ്രിപ്പയർ എന്തുകൊണ്ടാണ് ഇപ്പം പേരൻസ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഡെഫിനറ്റ്ലി യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ബ്ലെസ്സിങ്. അതായത് കുറേ കൂടെ ഈ കാര്യങ്ങളെപ്പറ്റി അറിയാം എന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് IIT മദ്രാസിൽ പഠിച്ച അദ്ദേഹത്തിൻ്റെ ഫാദർ തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫാദർ ആ കുടുംബത്തിലെ ഫസ്റ്റ് കോളേജിൽ പോയ ഒരാളാണ്. ഒരു ഫസ്റ്റ് ജനറേഷൻ കോളേജിൽ പോയ ആളാണ് ഫാദർ. ശരിക്കും അതിൻ്റെ ഒരു പ്രിവിലേജാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഹി വെൻ്റ്. അപ്പോൾ അതേപോലെ ഫായിസിനും എപ്പോഴാണ് ഒരു ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഏരിയ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? എന്തായിരുന്നു അതിന് കാരണം? സോ ജെയ്ക്ക് സ്പെസിഫിക്കലി പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലല്ല. ഇതേ പറഞ്ഞ പോലെ പേരൻസിൻ്റെ അവരുടെ ഒരു നോളജ് കൂടി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ 9th മുതൽ തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ CBSE ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അതോടൊപ്പം കുറച്ച് ഡെപ്ത് സയൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർഡ് ആവുന്ന ഒരു ഫൗണ്ടേഷൻ ലെവലിൽ പ്രിപ്പയർഡ് ആവുന്ന റിസണൻസ് എന്ന ബുക്ക് ഉണ്ട്. ഞാൻ വേറെ ഫൗണ്ടേഷൻ കോച്ചിങ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആ സമയം വരെ. അപ്പോൾ അവരുടെ പുസ്തകം ഉപ്പയും ഉമ്മയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു സെയിം ഇൻട്രസ്റ്റ് ഉള്ളവരൊപ്പം പഠിക്കുമായിരുന്നു. ഒപ്പം കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഇതേ ഒരു ഏരിയയിൽ തന്നെ ഇൻട്രസ്റ്റ് ഉള്ള. ആൻഡ് ഐ തിങ്ക് യൂട്യൂബിലൂടെയൊക്കെ ലൈക്ക് പേരൻസ് ഉപ്പയും എൻകറേജ് ചെയ്യായിരുന്നു ജോബ്സിനെ പറ്റി, ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യാൻ. ആൻഡ് ഇന്നത്തെ കാലത്ത് ഐ തിങ്ക് യൂട്യൂബ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ബെനിഫിഷ്യൽ റിസോഴ്സ്. ആൾക്കാർ ഇന്ന് അവിടുത്തെ ChatGPT എത്തിയിട്ടുണ്ട്. സോ ലൈക്ക് ടു നോ അബൌട്ട് വർക്ക് ലൈഫ്, ഡിഫറെൻറ്റ് ജോബ്സ്, അതിനെ പറ്റിയൊക്കെ നോക്കാൻ തുടങ്ങി. സോ ഞാൻ ആദ്യം ബയോളജിയിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ എനിക്കുണ്ടായിരുന്ന ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ആണെങ്കിലും ബേസിക് സയൻസ് റിസർച്ച് ആണെങ്കിലും ഇങ്ങനെയുള്ള ഓപ്ഷൻസിനൊക്കെ ഒരു കോമൺ സബ്ജക്ട്സ് ഞാൻ കണ്ടത് +1 +2 കഴിഞ്ഞിട്ട് നടക്കുന്ന ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാംസ് ആണ്. ആൻഡ് ഈ എല്ലാ എൻട്രൻസ് എക്സാംസിനും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. സോ ഇങ്ങനൊരു കോമണാലിറ്റി പിന്നെ കണ്ടപ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് ടേം എയിമായിട്ട് അതിൽ തന്നെ വർക്ക് ചെയ്യാന്നുള്ള രീതിയിലോട്ട് എത്തി. അങ്ങനെയാണ് 10th ക്ലാസ് കഴിയുന്നതും 10th ക്ലാസ്സോടൊപ്പം തന്നെ നാട്ടിൽ ബ്രില്യൻറ്റ് +1 +2 ഒക്കെ നടത്തുന്നൊരു എക്സാം ഉണ്ട്. അവരുടെ കോച്ചിങ്ങിന് ചേരാൻ അതിലോട്ട് ഇങ്ങോട്ട് നാട്ടിൽ വന്ന് അതിൻ്റെ എക്സാം എഴുതുന്നതും അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. എനിക്ക് ഒരു രസമുള്ളത് ഫൈസിൻ്റെ കേസിൽ ഫൈസ് ഈ കോച്ചിങ്ങിന് +1 +2 തൊട്ട് ഫ്രീ ആയിട്ടാണ് പഠിച്ചത്. അവിടെ റാങ്ക് കിട്ടി. എന്നിട്ട് IITസും ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നത് കൊണ്ട് തന്നെ എല്ലാ ഇയറിലും അവിടെയും ഫ്രീ ആയിരുന്നു. ഇതുവരെ വീട്ടുകാർക്ക് 10th ക്ലാസ് കഴിഞ്ഞ് ചിലവൊന്നും ഉണ്ടാക്കാത്തൊരു മകനാണ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് കുറച്ച് പൈസ കൊടുക്കാൻ കിട്ടിയിട്ടുണ്ടല്ലേ. ആ കഥയൊക്കെ നമുക്ക് പറയാം അല്ലേ. അങ്ങനെ കുറച്ച് പൈസ കിട്ടിയ കഥയുണ്ട്. അപ്പോൾ ശരിക്കും പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഇപ്പം നമുക്ക് തന്നെ ഇപ്പം ക്രിങ്കില് ഫൈസിന് അറിയാമല്ലോ. നമ്മൾ ഫൈസ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫൈസ് ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് നമ്മളിപ്പം എന്താ പറയുക അഡൾട്ട്സിന് മാത്രമല്ല കുട്ടികളുടെയും എന്താ പറയുക ചലഞ്ചസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു മെയിൻ ചലഞ്ചാണ് എൻട്രൻസിൻ്റെ ടൈം, എക്സാമിൻ്റെ പ്രശ്നങ്ങൾ. ഒരു എക്സാമിൻ്റെയൊക്കെ ചലഞ്ചിലൂടെ കടന്നു പോകുമ്പം അവിടെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം ഫൈസിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ സ്ട്രെസ് ഫാക്ടറിലൂടെ ഫൈസ് കടന്നു പോയിട്ടുണ്ടോ, അതോ ഫൈസ് അത്തരം സ്ട്രെസ് കുട്ടികളുടെ ഇടയിൽ കണ്ടിട്ടുണ്ടോ, എങ്ങനെയാണ്? ഓക്കെ, അതിലെനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ഫാക്ടർ പേരൻസ് തന്നെയാണ്. അപ്പോൾ ലൈക്ക് ഉപ്പയും ഉമ്മയും എനിക്ക് ദേ ഗേവ് മി ചോയ്സ് ഓൺ വാട്ട് ടു ലൈക്ക് എന്തിലോട്ട് പോകണം എന്നുള്ളതിൽ. ഐ ഹാവ് സീൻ മെനി ഫാമിലീസ് അവരിങ്ങനെ ഫോഴ്സ് ചെയ്യിക്കും, നീറ്റിന് പ്രിപ്പയർ ചെയ്യണം, ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ. ആൻഡ് ദേ മൈ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സോ എനിക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വയസ്സ് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അല്ലേ, എന്തിലേക്കാണ് പോകേണ്ടതെന്നൊരു ഏർലി സ്റ്റേജിൽ തന്നെ അത്തരം ഒരു വൈ ഐ ഷുഡ് സ്റ്റഡി എന്നുള്ളതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു അല്ലേ? യെസ്, ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതാണ് ഒരു ലോങ് ടേം ഗോൾ ഉണ്ടായിരിക്കണം, എന്നിട്ട് അതിനുള്ള ഷോർട്ട് ടേം ഗോൾസ് ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളത്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ആ ടൈമിൽ ഫോക്കസ് ചെയ്യാന്ന്. അവിടെ ഒരു രസകരമായ സംഭവം ഉണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കും ഒരു ഫസ്റ്റ് ടൈം ജെഇ ക്രാക്ക് ചെയ്ത ഒരാൾക്ക്, അതുമല്ല ഒരു ഈ ലെവലിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കും. അതിൽ മാത്തിൽ തന്നെ പ്രാക്ടിക്കൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് മാത്രമാണ് ഫൈസിന് ഇഷ്ടം. ഫിസിക്സ്, കെമിസ്ട്രി ഇഷ്ടമല്ല.
അപ്പോൾ ഇഷ്ടമില്ലാത്ത രണ്ട് സബ്ജക്റ്റിൽ കാരണം JE സംബന്ധിച്ച് ഫിസിക്സും കെമിസ്ട്രിക്കും ടോപ്പ് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് JE ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം ഫായിസ് ഇഷ്ടമില്ലാത്ത രണ്ട് സബ്ജക്ട്സ്, പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റിലേക്ക് എത്തുക. യെസ്, അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പം അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു പ്രശ്നവും കൂടെ ആണല്ലോ അത്. JE ഫൈസ് നേരത്തെ പറഞ്ഞ പോലെ ഫൈസ് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യമാണ്. ഒരു 12th എന്ന് പറയുന്ന ഒരു കടമ്പ കഴിയുമ്പോൾ ഉള്ളൊരു എൻട്രൻസ് കഴിഞ്ഞാലേ നല്ലൊരു സ്ഥാപനത്തിൽ കിട്ടൂ എന്നുള്ളത്. നല്ല സ്ഥാപനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈസ് പഠിച്ച IIT ഖരഗ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ IIT ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് പിന്നെ ഫൗണ്ട് ചെയ്ത IIT ആണ് IIT ഖരഗ്പൂർ, ബംഗാളിലെ. അപ്പം ഫൈസിനെ സംബന്ധിച്ച് അവിടെ ആ ഒരു എന്താ പറയുക, പിന്നെ ആണെങ്കിൽ അതെങ്ങനെ ടാക്കിൾ ചെയ്തു, അതായത് അത്ര ഭയങ്കര ഇഷ്ടമൊന്നും അല്ലാത്ത രണ്ട് സബ്ജക്ട്സുകൾ അതിലൊരു ടോപ്പ് ആവാൻ, അതിലൊരു എക്സ്പേർട്ട് ആയാലാണ് JE ക്രാക്ക് ചെയ്യാൻ പറ്റും. ഹൗ യു ബിക്കം ദാറ്റ് വിത്തൗട്ട് മച്ച് ഓഫ് എ ഹാർഡ് കോർ ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് സബ്ജക്ട്? സോ ഇവിടെ പറഞ്ഞ പോലെ തന്നെ US-യുടെ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കൺട്രീസിലെ പോലെയുള്ള സിറ്റുവേഷനുള്ള ഇന്ത്യയിൽ അതിനുള്ളൊരു ഡിഫിക്കൽട്ടിയും കൂടി ഉണ്ട്. കാരണം അത്രയൊരു ബൾക്ക് എമൗണ്ട് ഓഫ് എൻട്രൻസ് ആപ്ലിക്കൻസ് നമ്മുടെ രാജ്യത്തുണ്ട്. സോ അവർക്ക് അങ്ങനെ ഒരു യൂണിഫൈഡ് എക്സാംസ് ഒക്കെ നടത്തിയിട്ടാണ് അവർക്ക് എൻട്രൻസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ, അവരുടെ കേപ്പബിലിറ്റി. പുറത്താകുമ്പം ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നല്ലേ, പുറത്തെ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഹാർവാർഡോ സ്റ്റാൻഫോർഡോ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരു പിന്നെ എന്താ പറയുക, ക്വാണ്ടിറ്റേറ്റീവ് എക്സാംസ് അല്ല, കുറച്ചും കൂടെ ഒരു ക്വാളിറ്റേറ്റീവ് വേറൊരു സ്റ്റൈലിലുള്ള, അതായത് പിന്നെ ആണെങ്കിൽ കുറച്ചും കൂടെ സബ്ജക്റ്റീവ് എക്സാംസ് ആണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം, അതായത് ഒരു എൻട്രൻസ് നടത്തിയിട്ട് കുട്ടികളെ അതിലെ ഫസ്റ്റ് റാങ്കിലുള്ളവരെ എടുക്കുന്നു. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മളുടെ പലതരം ഇൻട്രസ്റ്റുകൾ നോക്കുന്നു, നമ്മളുടെ അതുവരെ പ്രൂവ് ചെയ്ത വർക്കുകൾ നോക്കുന്നു, എന്നിട്ട് അവരെ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇപ്പം ഒരു ഫിസിക്സിന് JE പോലെ ഹാർഡ് കോർ ആയിട്ട് പഠിക്കണം എന്നില്ല. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി സംതിങ് ഇൻ എ ടോപ്പ് യൂണിവേഴ്സിറ്റി വിത്തൗട്ട് നമ്മളൊരു ഫിസിക്സിലെ ഒരു എക്സ്പേർട്ട് ആവാതെ തന്നെ ദേ ക്യാൻ ക്രാക്ക് the college. Okay, so അത് തന്നെയാണ് ഇവിടെയും. ഒരു 12th കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു 4 to 5 ഇയേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നത് ഒരു 3 hour അല്ലെങ്കിൽ ഒരു JE അഡ്വാൻസ് 6 hours എക്സാമാണ്. ഈ ഒരു എക്സാം മാത്രമാണ്. വേറെ നമ്മൾ അതിന് മുമ്പ് ചെയ്ത പ്രൊജക്ട്സോ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്നും ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയറുടെ ഭാഗമല്ല എന്നുള്ള ഇറ്റ്സ് വൺ ഓഫ് ദ നെഗറ്റീവ്, ഒരു ലിമിറ്റേഷൻ ആണ്. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ സിസ്റ്റം ഇതാണ് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിനെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾക്കത് പഠിച്ചേ തീരുള്ളൂ ആ ഒരു സ്റ്റേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ. സോ നമ്മളെ ഒപ്പമുള്ള ആ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ ഒപ്പം നമ്മൾ ഇരിക്കുമായിരുന്നു. ആൻഡ് അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി പഠിച്ചത്. ഇതേപോലെ തന്നെ എന്നെ പോലെ തന്നെ ഈ ഒരു സബ്ജക്ട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മറ്റു പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത് അവരെടുത്തുന്നത്. കാരണം ബ്രില്യൻ്റിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഹൈലി അസ്പയറിങ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സറൗണ്ടിങ്ങിലായിരിക്കും. നമ്മളെപ്പോഴും അവരോടൊപ്പമാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഒരു എൻവയൺമെന്റും കൂടിയാണ് കെമിസ്ട്രി പഠിക്കാൻ. ബ്രില്യനിലെ ഒരു IIT ഹോസ്റ്റൽസ് എന്ന് വെച്ചാൽ ഒരു ഹൈ കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. ഇപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എയിംസിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. അപ്പോൾ മൂപ്പര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് എൻ്റെ അടുത്ത് പറയും, ഞാൻ എയിംസിലൊന്നും എത്തേണ്ടതല്ല, അത് ഞാൻ അന്ന് അഡ്മിഷൻ എടുത്ത സമയത്ത് ഹോസ്റ്റൽ എടുത്തപ്പോൾ IIT ഹോസ്റ്റലായിപ്പോയി. അപ്പോൾ അവിടെ IITക്ക് ഉള്ളവരുടെ കൂടെ പഠിച്ചുകൊണ്ട് എനിക്ക് എയിംസ്, മൂപ്പര് മെഡിസിൻ മതിയായിരുന്നു, എനിക്ക് എയിംസ് കിട്ടിയെന്ന് പറയും. അപ്പം ആ ഒരു ബിഫോർ നീറ്റ് ഒക്കെ എയിംസിന് മാത്രമായ എൻട്രൻസ് നടന്നിരുന്ന ഒരു കാലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം അന്ന് മൂപ്പർക്ക് ദാറ്റ് മീൻസ് ദ ടോപ്പ്, അന്നത്തെ ഒരു ടോപ്പ് എക്സാം അന്ന് ക്രാക്ക് ചെയ്തു എന്ന് പറയുന്നത്. അപ്പം അതുണ്ട്. അപ്പം കുറേ ടെക്നിക്സുകൾ, ലേണിങ്ങിനുള്ള കുറേ ടെക്നിക്സുകൾ ഫൈസ് ചെയ്തിരുന്നു അല്ലേ? യെസ്, ആ സറൗണ്ടിങ്ങിന് നേട്ടി. അതായത് ഞാൻ ഇപ്പോൾ കേട്ടിരിക്കുന്ന ഒരു കോട്ടാണ്, വി ആർ സം ആവറേജ് ഓഫ് 5 people that surrounds us എന്ന് പറയാറുണ്ട്. സോ നമ്മുടെ സറൗണ്ടിങ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദിസ്. സോ അവിടെ പഠിക്കുമ്പോൾ ആ ഒരു ഏരിയ ആയിരുന്നു. ആൻഡ് നമ്മൾ റിപ്പീറ്റ്, ഇപ്പം പറഞ്ഞത് നമ്മൾ പലരും റിപ്പീറ്റിനാണ് പോവുക, +2 കഴിഞ്ഞിട്ടാണ് ഇതിനെ പറ്റി പഠിക്കുക. സോ നമ്മൾ +1 +2 എന്ത് തന്നെ ആയാലും ഇതേ സബ്ജക്ട്സ്, ഇതേ കോഴ്സസ്, ഇതേ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ എൻട്രൻസ് പഠിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ദ ഈസിയസ്റ്റ് വേ. ആൻഡ് അങ്ങനെ ഒരു എൻവയൺമെൻറ്റും ഒരു അതിനുള്ള അനുസരിച്ചൊരു എൻവയൺമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ
I think it's not a difficult exam to crack. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നെ ഇപ്പം പല കുട്ടികളും ദർ ആക്ച്വലി ഉണ്ട് ആക്ച്വലി 80% മാർക്ക് 70% മാർക്ക് അങ്ങനെ ക്രിങ്കിൽ ആക്ച്വലി ദേ കം ഫോർ ആക്ച്വലി നമുക്ക് ക്ലാസ് അങ്ങനല്ലല്ലോ, നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഒരു 1-to-1 ഒരു എന്താ പറയുക 1-to-1 കോച്ച് 1-to-1 ഹെൽപ്പാണ് അവിടെ ഉള്ളത്. ഇറ്റ്സ് നോട്ട് എ ട്യൂഷൻ, അവരുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സ്ഥലമൊന്നും അല്ലത്. മറിച്ച് ഓരോ കുട്ടിയെയും നമ്മൾ അവരുടെ ഇമോഷണൽ ഇൻ്റലക്ച്വൽ ലെവലിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ പറയുക പല കുട്ടികൾക്കും എങ്ങനെയാണ് ലേൺ ചെയ്യേണ്ടതെന്ന് അറിയില്ല. Okay. അത് സബ്ജക്റ്റ് ലേൺ ചെയ്യല്ല, ലേൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവരെ ലേൺ ചെയ്യിക്കണം. Yes. അപ്പം വി ഹാവ് എ ട്രാൻസ്ഫോർമേഷൻ പാത്ത്. അപ്പം അതിനുള്ള തെറപ്പിസ്റ്റുകളുണ്ട്. അവരവരോടൊപ്പം മൾട്ടിപ്പിൾ സെഷനിലൂടെ കടന്നു പോയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക. ശരിക്കും ഒരു ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പോലും Yes. അവർക്ക് ദേ ഹാവ് ആൻ ഇൻട്രസ്റ്റ് അത് ഇത് ക്രാക്ക് ചെയ്യാൻ അവർക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ക്രാക്ക് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പൊ എനിക്ക് ബിടെക്കിന് MMSc എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്, മെറ്റീരിയൽ സയൻസ്, ഈ മെക്കാനിക്കലുകാർക്ക്. എൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പറാണ്. പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. Okay. എനിക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. Okay. എനിക്ക് നല്ല മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട് ആ സബ്ജക്റ്റിന്. ഞാൻ ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള പണിയെടുത്തു. Yes. എനിക്കൊരു പാടാണ്, ഞാനതിൽ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പേടി എനിക്ക് തോന്നിയപ്പം Yes. എനിക്കതിലൊന്നും മനസ്സിലാവും. എനിക്കിപ്പോഴും ഒന്നും അറിയില്ലത്, Yeah. ഇപ്പോഴും എനിക്ക് ആ സബ്ജക്റ്റ് അറിയത്തില്ല. പക്ഷെ എനിക്ക് വളരെ വൃത്തിയായി ഞാൻ മാർക്ക് സ്കോർ ചെയ്തു, അത്യാവശ്യം നന്നായി എന്ത് ചെയ്തു, നല്ല മാർക്ക് തന്നെ കിട്ടി. Exactly. അപ്പം there are techniques in which actually we can crack things. മനസ്സിലായില്ലേ? True. ഇവിടെയാണ് ലൈക്ക് ഇപ്പൊ ക്രീ ഇവിടെ ചെയ്യുന്ന തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലോട്ട് എങ്ങനെ ഗൈഡ് ചെയ്യാന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്സോ കെമിസ്ട്രിയോ ഇഷ്ടമാവുന്നോ അല്ല എന്നതല്ല വിഷയം, മറിച്ച് വി ഹാവ് ടു ക്രാക്ക് ദാറ്റ് എക്സാം. സോ ആ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. മേ ബി ഈവൻ ദർ ആർ പീപ്പിൾ ഹു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ഹാവ് out of domain knowledge in that subject while they are pursuing their +1 and +2, but they wouldn't be able to crack the exam unless and until they know how to approach the exam. So our environment illa ennundengil it's one of other alternative is like what Cree is doing. അങ്ങനെ ഒരു ഗൈഡിനെ നമുക്ക് ഉണ്ടാവും, ലൈക്ക് മെൻറ്ററിന് ഉണ്ടായിട്ട് ദാറ്റ് മെൻറ്റർ ടേക്കിംഗ് അസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒരു കോച്ച്, ഒരു മെന്റർ നമ്മൾ എന്ത് ചെയ്യുന്നു Yes. ആ ഒരു ഘട്ടത്തിലൂടെ കൊണ്ടുവന്നു. വിത്തൗട്ട് സബ്ജക്ട്സ് പഠിപ്പിക്കലല്ല, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കണം. പോകണം, എങ്ങനെ ഇപ്പം അതിൽ തന്നെ ഇപ്പം ഈ നമ്മൾ ഈ സ്ട്രെസ് ലെവൽസ് ഇപ്പം നമുക്കത് IIT-ലെ ഒരു ലോകവും കൂടെ എടുക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Yes. സോ IIT-ൽ പിന്നെ എത്തുന്നു, IIT ഖരഗ്പൂർ ചൂസ് ചെയ്യുന്നു, സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ തീരുമാനിക്കുന്നു. ഹൗ വാസ് യുവർ ലൈഫ് വിത്ത് IIT? ഡിഡ് യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ലൈക്ക് ഇറ്റ്? എന്തായിരുന്നു? ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഈ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്ത് ഞാൻ JEE അഡ്വാൻസ്ഡ് മാത്രമല്ല അതോടൊപ്പം JEE മെയിൻസ് ചെയ്തിരുന്നു, എല്ലാ എൻട്രൻസ് എക്സാമും ഐസറിനുള്ള പരീക്ഷ ചെയ്തിരുന്നു. ആൻഡ് അൽഹംദുലില്ലാഹ് ഐ വാസ് ഏബിൾ ടു ക്രാക്ക് ഓൾ ഓഫ് ദം. എന്നിട്ടാണ് ഞാൻ IIT ചൂസ് ചെയ്യുന്നത്. ചെന്നൈയിൽ ഏതൊരെണ്ണം പോയില്ലേ? യെസ്, അത് ഒരു ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് എക്സാം അല്ലായിരുന്നു, സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു മാത്ത് തിയറിറ്റിക്കൽ മാത്ത് എക്സാം, പ്യുവർ മാത്ത് എക്സാം ആയിരുന്നു, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഐ കുഡന്റ് ക്രാക്ക് ദാറ്റ്സ് ട്രൂ. അതുപോലെ ISIയുടെ എക്സാം ഉണ്ടായിരുന്നു, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടുള്ള, അതും കൽക്കട്ടയിലുണ്ട്. യെസ്, ISI കൊൽക്കത്തയുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് IIT ഖരഗ്പൂരിലെ ഈ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്, സ്പെസിഫിക്കലി സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് കോഴ്സിലോട്ട് വരുന്ന ഒരു അപ്ലൈഡ് മാത്ത്, നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്കൽ അൽഗോരിതം അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം എങ്ങനെ റിയൽ വേൾഡിലുള്ള സിസ്റ്റംസിനെ ഒപ്റ്റിമൈസ് ചെയ്യിക്കാം എന്നുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ടാണ് അവിടെ ചൂസ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ആ കോഴ്സ് കാരണമാണ് IIT-ൽ എത്തുന്നത്. ആൻഡ് IIT-ൽ എത്തുക എന്നുള്ളത് കോവിഡിൻ്റെ ടൈം കൂടിയായിരുന്നു. സോ ലൈക്ക് ഓൺലൈൻ IIT ആയിരുന്നു ആ സമയം, ഫസ്റ്റ് ഇയറിലെ. സോ യെസ് നമ്മൾ ക്യാമ്പസിലായിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ഒരിക്കലും ഓൺലൈനിൽ കിട്ടിയില്ലായിരുന്നു. ബട്ട് IIT സിസ്റ്റം ആക്ച്വലി IIT അതോറിറ്റീസ് അത് മാക്സിമം കവറപ്പ് ചെയ്യാനും അവരുടെ സൈഡിൽ നിന്ന് ശ്രമിച്ചിരുന്നു. ഓറിയൻറ്റേഷൻ സെഷൻസും അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലാസ്മേറ്റ്സിൻ്റെ ഒപ്പം നമ്മുടെ ബാച്ച്മേറ്റ്സിൻ്റെ ഒപ്പം ഉള്ള മീറ്റിംഗ്സ് ഒക്കെ വെക്കുന്നു. അതുപോലെ തന്നെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് ഓൺലൈനിലൂടെ ചെയ്യിപ്പിക്കുന്നു. അതുവഴി ലൈക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഫസ്റ്റ് ഇയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എപ്പോഴാണ് ഫൈസ് ഒരു റിസർച്ചിലെ, കാരണം ഫൈസ് ഇപ്പം ഒരേ സമയം ഞാൻ പറയല്ലോ ഫൈസിൻ്റെ ഒരു പ്രത്യേകത, കുറച്ച് പ്രത്യേകതകളുണ്ടെന്ന് പറയല്ലോ. അതിലൊന്ന്
ഫൈസ് ഒരേ സമയം ആക്ച്വലി അവിടെ അക്കാഡമിക്സിൽ ഹി വാസ് ഫസ്റ്റ് ഓഫ് ഹിസ് ക്ലാസ്. അത് ഫസ്റ്റ് ഇയർ തൊട്ട് ഫിഫ്ത്ത് ഇയർ വരെ, കാരണം ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്, BTech പ്ലസ് MTech ആണ്. അപ്പോൾ 5 ഇയേഴ്സിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ യു സ്റ്റാർട്ടഡ് എ റിസർച്ച്, ഒരു റിസർച്ചിലേക്ക് കടന്നു. ആ റിസർച്ച് ഒരു ഇൻ്റർനാഷണൽ കാരണം ഇൻ്റർനാഷണൽ ലൊക്കേഷനുകളിലാണ് ചെയ്യേണ്ട വന്നിരുന്നത്. അത് കുറച്ച് കാനഡയിൽ പോയിട്ട്, കാനഡയിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റി പോയി അവിടെ താമസിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൗസ്റ്റിൽ, സൗദി അറേബ്യയിലെ കൗസ്റ്റിൽ ചെയ്തു. പിന്നെ ഓസ്ട്രേലിയ അത് ചെയ്തില്ല, അത് ഇവിടെ നിന്ന് ചെയ്തല്ലേ, ഇവിടെ നിന്നിട്ട് ചെയ്തു. കോൺഫറൻസസിന് പോയി. അതേപോലെ തന്നെ കൂടെയുള്ള പ്രൊഫസേഴ്സിന്റെ കൂടെ ഒരു ഇന്ത്യയിലെ ചില ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയുള്ള വർക്കും ചെയ്തു. അപ്പം ഇത് രണ്ടും ആണെങ്കിലും ഞാൻ ഓക്കെ പറയും, പ്രശ്നമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്, എല്ലാ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഫൈസ് ഒരു സൗദി അറേബ്യയിൽ വളർന്ന് ഒരു കേരളത്തിൽ ഇന്ത്യയുടെ ഒരു മണ്ണറിയാത്ത ഒരാളായിട്ടാണ് ഇവിടെ വരുന്നത്. അവിടെയും പാലയിലെ എൻട്രൻസിന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി എൻട്രൻസ് സംഘടിപ്പിച്ചു. അതായത് നമ്മൾ പറയും എന്താ പറയുക, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നാടറിയാത്ത മനുഷ്യൻ, അതാണ് ശരിക്കും. ഖരഗ്പൂരിലെത്തിയപ്പം ഫായിസ് അവിടുത്തെ ഒരു നമുക്കൊന്നും അറിയാത്ത, അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അറിയാത്ത ഒരു ഇന്ത്യയെ കണ്ടെത്തുകയാണ്. 30 രൂപയ്ക്ക് താഴെ ദിവസ വരുമാനമുള്ള വീടുകൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അവിടെ ഫായിസ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു IIT-യിലെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുകയും ഫായിസ് അവിടെ ലീഡ് ചെയ്തുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, അവർക്ക് ഇടയിലേക്ക് ഇവൻ അവിടെ ഒരു എന്താ പറയുക, അവർക്ക് പുതപ്പ് തൊട്ട്, അവിടെ ചിലപ്പോൾ ചൂട് കൊണ്ടും തണുപ്പ് കൊണ്ടും ആൾക്കാർ മരിക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു പുതപ്പിട്ട് നമ്മൾ സംരക്ഷിക്കുന്നതിന് കഴിയാതെ ആളുകൾ അതിൻ്റെ കാരണം മരിക്കുന്ന സ്ഥലമാണ്. അതാണ് ഈ 30 രൂപയ്ക്ക് താഴെ. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ 30 രൂപ എന്ന് പറയുന്നത് എത്ര വാല്യൂലെസ് ആണെന്ന്, അതിൽ ജീവിക്കുക. അപ്പം ഫൈസ് അവിടേക്ക് ഇറങ്ങിയിട്ട് ഫൈസിന് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഗിവിങ് ബാക്ക് എന്നൊക്കെ പറയണം. ഗിവിങ് ബാക്ക് എന്ന് വെച്ചാൽ ബാക്ക് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളാണ്, കാരണം സൗദി അറേബ്യ വളർന്നിടത്ത് ഇവിടെ വരികയാണ്. ഫൈസ് ഇത് ഒന്ന് എങ്ങനെ ഇതിലേക്കൊക്കെ എത്തി, റിസർച്ചിലേക്കും ഈ പറയുന്ന ഒരു ഹെൽപ്പിംഗ്, സപ്പോർട്ടിങ്, ഗിവിങ് ബാക്കിലേക്ക് എത്തി. പിന്നെ ഇതൊക്കെ അത് നമുക്ക് അടുത്ത ചോദ്യമാണ്, ഇതൊക്കെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? സോ അല്ല, നിങ്ങൾക്കൊക്കെ ക്യൂരിയോസിറ്റി ചോദിക്കുന്നൊക്കെ അവിടെ ഇട്ടാൽ ഞാൻ ചോദിക്കാം. എൻ്റെ മുന്നിൽ ലാപ്ടോപ്പ് ഉണ്ട്, ഞാനിവിടെ ഇടും. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള, കാരണം എനിക്ക് ക്യൂരിയോസിറ്റി, ഈ പല ചോദ്യങ്ങളും ഞാൻ ഓൾറെഡി ചോദിച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെയും ചോദ്യങ്ങൾ തോന്നിയാൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. സോ IIT-യുടെ ഒരു എൻവയൺമെൻറ്റ് തന്നെ, ലൈക്ക് മോസ്റ്റ് ഓഫ് ദ IITians ആർ ആക്ച്വലി multitasking peoples ആണ്. Like they have interest in multiple dimensions. So ഇത് പഠിക്കുന്ന മാത്രമല്ല, there are people who are interested in drama, there are people who are interested in politics. അരവിന്ദ് കെജ്രിവാൾ ഒക്കെ IIT ഖരഗ്പൂരിൽ നിന്നാണ്. And there are people who are interested in debate societies ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ് IITs തന്നെ, മൾട്ടി ഡയമെൻഷണൽ എൻവയൺമെൻറ്റ് IIT തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ NGO ആക്ടിവിറ്റീസും ഉണ്ട്. സോ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് കോഴ്സ് എല്ലാവരും ചെയ്യേണ്ട കോഴ്സുണ്ട്. ആ കോഴ്സ് ഐ വാസ് വെരി ഡെഡിക്കേറ്റഡ് ടു ദ കോഴ്സ്, ബിക്കോസ് കോഡ് ചെയ്യുക എന്നറിയുന്നത് ഈസ് ആക്ച്വലി ബേസിക് നോളജ് ദാറ്റ് എവ്രി വൺ ഷുഡ് ഹാവ്, റിഗാർഡ്ലെസ് ഈവൻ ഇഫ് ദേ ആർ ടേക്കിംഗ് മെഡിക്കൽ, ഐ തിങ്ക് ദേ ഷുഡ് നോ ഹൗ ടു കോഡ് എന്നുള്ളത്. സോ അതിൽ വളരെ ഡെഡിക്കേറ്റഡായി ചെയ്യുമ്പോഴാണ് ആ ഒരു കോഴ്സ് എനിക്ക് ടോപ്പ് ചെയ്യാൻ പറ്റുന്നു IIT-യിൽ. ആൻഡ് ആ കോഴ്സ് സൂപ്പർവൈസ് ചെയ്തിരുന്ന പ്രൊഫസർ ഇസ് ആക്ച്വലി ഇൻവൈറ്റിംഗ് മീ അവരുടെ ലാബിൽ വർക്ക് ചെയ്യാൻ. ആൻഡ് IIT-യിലുള്ളൊരു ടൈം ടേബിൾ സിസ്റ്റം തന്നെ മറ്റു കോളേജസ് പോലെയല്ല. ഒരു ഡേയിൽ മേ ബി 2 hours ഒക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ ചില ദിവസങ്ങളിൽ. 8 to 9 കഴിഞ്ഞിട്ട് മേ ബി ഈവനിങ് 4 to 5 ആയിരിക്കും നെക്സ്റ്റ് കോഴ്സ് തുടങ്ങുന്നത്. സോ ഈ ഒരു ഇൻ്റർവെല്ലിന് നമുക്ക് നല്ല ടൈമുണ്ട്, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ഇൻട്രസ്റ്റുകൾ പേഴ്സ്യൂ ചെയ്യാനുള്ളൊരു ടൈമും കൂടി IIT സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇൻ്റർവെൽസിനും പിന്നെ ചില ദിവസങ്ങളിൽ ലേറ്റ് ഈവനിങ്സിലൊക്കെയാണ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നത്. ഈ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോഴും AI ലബോറട്ടറി ആണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഡേറ്റ കളക്ഷൻ ഉണ്ട്, ഡേറ്റ അനാലിസിസ് ഉണ്ട്,
പ്രോഗ്രാമിംഗ് ഉണ്ട്, ഡേറ്റ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലായിട്ട് നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നത് അവിടുത്തെ PhD സ്റ്റുഡൻസ് തന്നെയാണ് നമ്മൾ ഈ ഇതിലോട്ടൊക്കെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ആ ഒരു ഗൈഡൻസും കൂടി റിസർച്ചിൽ കിട്ടി എന്നതാണ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ഫാക്ടർ. ലൈക്ക് നമ്മൾ ഈ ഒരു ഇതിലോട്ടും അതോടൊപ്പം AI വാസ് ഇറ്റ് ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേജ്. അന്ന് ChatGPT ഒന്നും വന്നിട്ടില്ല, 2021 2022 പ്രിവലൻ്റ് ആയിട്ട് വന്നിട്ടില്ല. സോ അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡിലുള്ളത് ആക്ച്വലി റിസർച്ച് തന്നെയാണ്. സോ അതുകൊണ്ട് കൂടിയാണ്, അല്ലാതെ ആദ്യം തന്നെ ഒരു PhD എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടൊന്നും അല്ല AI വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ആൻഡ് അവിടെ വരുമ്പോൾ തന്നെ IIT തന്നെ ഇതേപോലെ NGO ആക്ടിവിറ്റീസ് ഉണ്ട്. IIT തന്നെ അതുപോലത്തെ ക്ലബ്ബ് ഉണ്ട്. IITയുടെ ചുറ്റുള്ള ഖരഗ്പൂർ എന്നുള്ളൊരു വില്ലേജാണ് വെസ്റ്റ് ബംഗാളിൽ. സോ അതൊരു സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന, അവിടെ പഠിപ്പിക്കാൻ പോകുന്ന സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെയ്തിരുന്ന ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ അവരുടെ ആക്ടിവിറ്റീസ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റീസിലാണെന്നുണ്ടെങ്കിൽ 5 times പ്രേയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് എങ്ങനെ ഒരുമിച്ച് നിർവഹിക്കാം. അതേപോലെ റമളാനിൻ്റെ ഇഫ്താർ ആണെന്നുണ്ടെങ്കിലും അത്താഴ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഇതിനുള്ള അറേഞ്ച്മെൻറ്റ്സ്. ആൻഡ് IIT പൊതുവെ കേരളത്തിലുള്ളവർക്ക് ലൈക്ക് ദേ തിങ്ക് നോർത്തിലൊക്കെ ഇതിനുള്ള സൗകര്യം കൊടുക്കുമോ എന്നുള്ളൊക്കെ ഡൗട്ട്സ് ഉണ്ട്. IIT ഈസ് വെരി ഇൻക്ലൂസീവ്. ഇതിനുള്ളൊക്കെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ IITസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീഡം ടു വിയർ വാട്ട് വി വാണ്ട്, freedom to wear what we want, freedom to practice and profess what we want എന്നുള്ളതിനൊക്കെ ഫ്രീഡം നൽകുന്നുണ്ട്. സോ അതിൻ്റെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഭാഗമാകുമ്പോൾ നമ്മൾക്ക് എന്ത് വരുന്നുണ്ട്, ഇയർലി സക്കാത്ത് കളക്ഷൻ ഉണ്ട്, അവിടെ ഫിത്ർ സക്കാത്ത് കളക്ഷൻ ഉണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പൊട്ടൻഷ്യൽ ആൾക്കാർ നമ്മളെ ചുറ്റും നോക്കും. ആൻഡ് ദെൻ നമ്മളപ്പോൾ അവിടെയുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും, എങ്ങനെ അവരുടെ ആൾക്കാരും നമുക്ക് എങ്ങനെ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാം എന്നുള്ള തോട്ടിലോട്ടൊക്കെ പോകുന്നത്. സോ ഇത് ഒരു സ്പെസിഫിക് മാത്രമല്ല, നമ്മളൊരു മറ്റുള്ളവരും ഇതിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷണൽ അവരുടെ ഇൻട്രസ്റ്റുകൾ അനുസരിച്ച്. ഇപ്പം മ്യൂസിക് ആർട്ട് ആണെങ്കിൽ അതിനുള്ള ഫ്രീഡം അവിടെ. അതായത് പിന്നെ ഒരു ക്യാമ്പസിന്റെ തന്നെ ഒരു പ്രത്യേകതയായിരുന്നു, നമുക്ക് ഒരു NGO ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു സ്പേസും ഉണ്ടായിരുന്നു. യെസ്, ആക്ച്വലി ഫസ്റ്റ് ഇയർ NSSന്റെ ഒക്കെ ആക്ടിവിറ്റീസ് ആവുന്ന മസ്റ്റാണ്, കോഴ്സിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പം ശരിക്കും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഫൈസിനെ എന്താ പറയുക, ഫൈസിനെ കുറച്ചും കൂടെ ഒരു നാട് മനസ്സിലാക്കാൻ സഹായിച്ചിരുന്നു. ഫൈസിൻ്റെ ഒരു തിങ്കിങ്ങിനെ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തത്? ആക്ച്വലി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേരളത്തിലോ നമ്മൾ സൗദിയിലൊന്നും കാണാത്തൊരു സൊസൈറ്റിയാണ് IITക്ക് ചുറ്റുമുള്ളത്. ആൻഡ് ഈവൻ IITൻസിൽ തന്നെ നമ്മൾ ഈ എല്ലാവരും കോച്ചിങ് കഴിഞ്ഞ് എക്സാം ക്രാക്ക് ചെയ്യുന്നവരല്ല. പലരും വളരെ സൊസൈറ്റിയുടെ ലോവർ ലെവലിൽ നിന്ന് ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാസ്റ്റ് ബേസിസിലൊക്കെ ലോവർ ലെവലിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. സോ ഇവരോടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വി അണ്ടർസ്റ്റാൻഡ് ഹൗ ഗ്രേറ്റ്ഫുൾ വി ആർ എന്നുള്ള ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ആക്ച്വലി മോട്ടിവേറ്റിംഗ് ഫാക്ടർ. നമ്മൾ ടെക്നോളജിയിലൊക്കെ വർക്ക് ചെയ്യുമ്പം സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് എ പവർ ടു യുണൈറ്റ് പീപ്പിൾ, ടു അപ്ലിഫ്റ്റ് പീപ്പിൾ എന്നുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു രീതിയിലോട്ടും കൂടി, ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഫീൽഡ്, റിസർച്ച് ചെയ്യുന്ന ഫീൽഡ് എത്തിക്കൽ AI ആണ്. സോ അതിലോട്ടൊക്കെ ആ ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നതിന് വരെ ഇത്തരം ആക്ടിവിറ്റീസ് ആക്ച്വലി ഹെൽപ്പ് മീ. അപ്പം നമ്മളിങ്ങനെയൊക്കെ ഈ ഒരു സാഹചര്യമൊക്കെ പറയുമ്പം നമുക്ക് സംസാരിക്കാതെ പോകാൻ പറ്റാത്തൊരു ഏരിയയാണ് സൂയിസൈഡ് റേറ്റ്സ് ഇൻ IITs. കുട്ടികളുടെ ഇടയിലെ സൂയിസൈഡ് റേറ്റ്. ഇപ്പോൾ സൂയിസൈഡ് റേറ്റ് ഒരു എന്താ പറയുക, നമുക്ക് പുറത്ത് വരുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷേ 4 പേർ സൂയിസൈഡ് ചെയ്യുമ്പോൾ ഈ ഇയറിൽ 4 പേര് മാത്രം 4 ആൾക്കാർ, അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല സ്ഥാപനങ്ങളിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എല്ലാം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പുറത്ത് വന്ന് നമ്മൾ അറിയണ ഒരു 4 കുട്ടികളാണ്. പക്ഷെ അവിടെ അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് ജീവിക്കണം. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അടുക്കൽ തന്നെ ഇങ്ങനെ IITs തന്നെ 3ഓളം കുട്ടികൾ, അവരുടെ പേരൻസൊക്കെ എന്താ പറയുക, അവിടുന്ന് ഇട്ടിട്ട് പോകേണ്ട വന്ന ആളുകളുണ്ട്, അറിയാമല്ലോ, ഇഷ്ടം പോലെ. ഇപ്പോൾ ഒരു കൊല്ലം ഈ കട്ടിയുള്ള JEE എക്സാം ക്രാക്ക് ചെയ്ത പല കുട്ടികൾക്കും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു US നടന്ന സ്റ്റഡിയാണ്. ഒരു US നടന്ന സ്റ്റഡി, 1 in 5 children ബിറ്റ്വീൻ ദ ഏജ് 3-നും 17-നും വയസ്സിനിടയിലുള്ള 5-ൽ 1 കുട്ടി ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനസിക പ്രശ്നം നേരിടുന്നവരാണ്. ഓക്കെ. അപ്പം US ആയതുകൊണ്ട് ഒരു സ്റ്റഡി നടന്നു. നമ്മളുടെ ഇവിടെ അങ്ങനത്തെ ഒരു സ്റ്റഡി ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്.
അപ്പം ശരിക്കും പിന്നാണെങ്കിൽ എന്താണ് എന്തൊക്കെയാണ് അവിടെ ഇങ്ങനത്തെ ഉള്ളതിൻ്റെ കാരണങ്ങൾ? ഫായിസിന് എന്താ പറയുക, ഫായിസ് അതിനെയൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ കാണുന്ന കാര്യങ്ങൾ? ആക്ച്വലി ഇപ്പോൾ ക്രിങ്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് വെൽബീയിങ് ഉണ്ടല്ലോ, ദാറ്റ്സ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി IIT-ലോട്ടുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഒക്കെ കാരണം മെനി ഓഫ് ദ ചിൽഡ്രൻ ആക്ച്വലി ഫോക്കസ് ദ എൻട്രൻസ് എക്സാം ഫ്രം ദിയർ 3rd ക്ലാസ് ആൻഡ് 4th ക്ലാസ്. സോ ആ ഒരു ഏജ് മുതലേ അവരുടെ ലക്ഷ്യം IIT ഒക്കെ ആയിട്ട് ദി കം ഫ്രം വെരി സ്ട്രെസ്ഡ് എൻവയൺമെൻറ്റ്. ആൻഡ് IIT അതുപോലെ ഒരു എയിമായിട്ട് വെക്കുമ്പോഴുള്ളൊരു ഡിഫിക്കൽട്ടി എന്താ വെച്ചാൽ IIT-യിൽ എത്തിക്കഴിഞ്ഞാൽ മെനി ലൂസ് ദെയർ മോട്ടിവേഷൻ. ആ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടും. ആ മെയിൻ എക്സാം ക്രാക്ക് ചെയ്തു, യെസ് ജീവിത ലക്ഷ്യം തടഞ്ഞു. അൾട്ടിമേറ്റ് ആയിട്ട് അവർ ഒരുപാട് കാലത്തായിട്ട് വെച്ചൊരു എയിം ക്രാക്ക് ചെയ്തു. അപ്പോൾ IIT-യെ തന്നെ ഒരു ഡിഫൈനിങ് ഫാക്ടറായിട്ട് ചെയ്യുന്നവർ പിന്നെ അവർക്കൊരു അങ്ങനൊരു ആ കൂട്ടം ആൾക്കാരും ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി. സോ അവർക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. ആൻഡ് പിന്നെയും ആ ഒരു സ്ട്രൈവിങ് ചെയ്യാനൊക്കെ ഉള്ള IIT-യിൽ ഒരുക്കുന്ന മീഡിയംസ് അത് യൂട്ടിലൈസ് ചെയ്യാനൊന്നും അവർ ശ്രമിക്കാതെയാവും. ആൻഡ് IIT-ന് മാത്രമല്ല, ഇപ്പം ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇതേപോലെയുള്ള ഡ്രഗ്സിനോട്ടും അതിലോട്ടുള്ള ഒക്കെ അഡിക്റ്റ് ആവുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഭയങ്കര കൂടുതലാണ് നമ്മുടെ നാട്ടിൽ തന്നെ. ആക്ച്വലി ഇറ്റ് ഹാസ് ബിക്കം പ്രിവലന്റ്. നമുക്ക് തന്നെ ഇപ്പം ക്രിങ്കില് നമുക്കിപ്പം ഈ കുട്ടികളുടെ ഇടയിലുള്ള തെറപ്പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ചിലപ്പോൾ കൊണ്ടുവരുന്ന കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ കുട്ടിയുമായി അവർ തെറപ്പിസ്റ്റുകൾ ഇടപെടുമ്പം ദർ ആക്ച്വലി മച്ച് മോർ ഡീപ്പർ ചലഞ്ചസ് ദേ ആർ ഫേസിങ്. അത് ഒരു പേരൻസ് ചെയ്ത് എന്തെങ്കിലും കൊണ്ടാവണം എന്നില്ല. കുട്ടികൾ ഇന്ന് നമ്മൾ ഓരോ കാലഘട്ടം കഴിയും തോറും വേൾഡ് ഈസ് ബിക്കമിങ് മോർ കോംപ്ലക്സ്, മോർ തിങ്സ് ആർ അക്സസിബിൾ ടു കിഡ്സ്, മോർ ജഡ്ജ്മെൻറ്റ്സ് ദേ ആർ ഫേസിങ്. ഇപ്പം ഇപ്പം നമ്മുടെ കാലത്ത് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവരോ ചുറ്റുമുള്ളവരോ, നിങ്ങളുടെ കാലമല്ല എൻ്റെ കാലം, എൻ്റെ കാലത്ത് ഒരു സ്കൂൾ ലെവലിൽ ജഡ്ജ് ചെയ്യാനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഓരോ കുട്ടിയെയും സ്ട്രേഞ്ചേഴ്സായ 10,000-കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യാണ്, ജഡ്ജ് ചെയ്യാണ്. നീ കറുത്തിട്ടാണ്, നീ വെളുത്തിട്ടാണ്, നീ തടിച്ചിയാണ്, തടിയനാണ്. ഈ രൂപത്തിൽ പീപ്പിൾ ആർ ഗെറ്റിംഗ് ജഡ്ജ്. കുട്ടികൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ ഒരു ആസ്പെക്റ്റ് പറയുകയാണ്. അതായത് പലപ്പോഴും ഇത് പേരൻസിന് പോലും കിട്ടണമെന്നില്ല. അപ്പോൾ അവർ ചിലപ്പോൾ കുട്ടി വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. കുട്ടികളുടെ അണ്ടർലൈയിങ് ആയിട്ട് അവർ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോ അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ ഡിപ്രഷൻസ് മതി. പക്ഷെ ഭയങ്കര ഏർലി അത് അഡ്രസ്സ് ചെയ്തത് മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഭയങ്കര റിസൾട്ട്സ്, കുട്ടികൾ ഭയങ്കരമായിട്ട് ഒരു തിരിച്ചുവരവ് കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നലുണ്ട്. അതായത് അവരുടെ ഒരു റെസിലിയൻസ്. ഇപ്പം ചിലരുണ്ട് ഇങ്ങനെ പറയും, കുട്ടിയെ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പഴയൊരു സുഹൃത്ത്, ഇവർ പറയും പിന്നെ കുട്ടികളെ ഇങ്ങനെ നന്നായി കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് വളർത്തണം എന്ന്, വളർത്തിയാലാണ് കുട്ടികൾ സ്ട്രോങ് ആവത്തുള്ളൂ എന്ന്. ശരിക്കും അതൊരു റോങ് ആണ്. അതായത് കുട്ടികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം, അവർക്ക് വേണ്ടുന്ന ചലഞ്ചസ് കൊടുക്കണം. പക്ഷെ അവരൊരു മെൻ്റൽ ട്രോമയിലേക്ക് നമ്മൾ തള്ളരുത്. സ്ട്രോങ് ആവാൻ വേണ്ടി കുട്ടിക്ക് മെൻ്റൽ ട്രോമ കൊടുത്താൽ അവർ പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്. ഒന്നുകിൽ ആ ബ്രേക്കിംഗ് പോയിന്റ് പൊട്ടുമ്പോൾ ഇതേപോലുള്ള സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അവരൊരു അബ്യൂസേഴ്സോ അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർക്ക് ഈ ട്രോമ കൊടുക്കുന്ന ആൾക്കാരായി മാറും. അപ്പം ശരിക്കും നമുക്കിതിങ്ങനെ ഇതേ ഒരു ചലഞ്ച് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മളും വെൻ വി ആർ ബിൽഡിങ് തിങ്സ് നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. IIT-നും ഈ ഒരു ഡിഫിക്കൽട്ടി ആക്ച്വലി ഉണ്ട്. സോ IIT ഖരഗ്പൂരിൽ തന്നെ വി ഹാവ് മെൻ്റൽ വെൽനെസ്സിനായിട്ടുള്ളൊരു ടീമുണ്ട്, അതിനായിട്ട് വർക്ക് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്. ബട്ട് IIT-യിലുള്ള സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയെ മുഴുവൻ എങ്ങനെ ഇത് ആക്സസിബിൾ ആക്കാം എന്നുള്ളത് ആക്ച്വലി IIT ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ആണ്. ആൻഡ് ക്രീസ് ആക്ച്വലി ബിൽഡിങ് എ സൊല്യൂഷൻ എയിമിങ് ടുവേർഡ്സ് സ്കെയിലിംഗ് തെറാപ്പി. അങ്ങനെ ആകുമ്പം എന്താണ് ക്രിങ്കിൽ ഇങ്ങനെ എടുക്കുന്ന പരിപാടി? എന്താണ് ക്രിങ്കില് ഫായിസും എന്താ പറയാ, ഫായിസിന്റെ കൂടെ ഈസയും അക്കീലും ലിനോയും ഒക്കെ എടുക്കുന്ന പരിപാടി എന്താണ്? അലീറ്റയും അലീനയും ഐശ്വര്യയും നിങ്ങൾ ഇത്രയും പേര് എടുക്കുന്ന പരിപാടി എന്താണ്? ഇവരുടെ ടീം മെമ്പേഴ്സിന്റെ പേരാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇവരുടെ ടീം മെമ്പേഴ്സ് എന്താണ്? ക്രിങ്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ക്രീ എന്നുള്ളൊരു
ബോട്ട്, AI ബോട്ട് ആക്ച്വലി. ഒരു തെറാപ്പിസ്റ്റിനപ്പുറം ഐ തിങ്ക് വി ആർ ബിൽഡിങ് എ കമ്പാനിയൻ. ഒരു കമ്പാനിയൻ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ഒരു സ്കെയിൽഡ് ലെവലിൽ ഇന്ന് നമുക്കൊരു 1-to-1 സൈക്കോളജി ദ കൺവേഴ്സേഷൻ നടത്താൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആൻഡ് ആക്ച്വലി മെനി പീപ്പിൾ മൈ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഓൾസോ. ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അത്ര ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. ദേ മൈറ്റ് നോട്ട് ബി കംഫർട്ടബിൾ സിറ്റിംഗ് വിത്ത് തെറാപ്പിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദം ദെയർ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഓൾ. സോ ഇതിനൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്യാനുള്ള ഇന്നത്തെ ഉള്ളൊരു പോസിബിലിറ്റിയാണ് AI ബോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ChatGPT പോലെയുള്ള ബോട്ടിൽ ആക്ച്വലി മെനി പീപ്പിൾ ദീസ് ഡേയ്സ് യൂസ് ദോസ് ബോട്ട് ടു എക്സ്പ്ലെയിൻ ദെയർ ഡിഫിക്കൽട്ടീസ്, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് ഓൾ. ബട്ട് ChatGPTക്ക് അതിനുള്ള സ്പെഷ്യലൈസേഷൻ ഇല്ല. ആ സ്പെഷ്യലൈസേഷൻ ഉള്ള ബോട്ട്, ഒരു കമ്പാനിയൻ, AI കമ്പാനിയൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നാണ് ക്രിയയുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള, അതാണ് നിങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാം നമ്മൾക്ക് 24/7 അക്സസിബിൾ ആവുന്ന ഒരു AI കമ്പാനിയൻ ടു ഡു തെറപ്പി, നമ്മളുടെ ചലഞ്ചസിലൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു AI ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിലാണ് ഇവരുള്ളത്. തെറാപ്പി മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗോൾ സെറ്റിംഗ് എന്നുള്ളത്. സോ ആ ഒരു ഗോളിലോട്ട് എത്തിപ്പിക്കുന്ന ഒരു കമ്പാനിയൻ കൂടിയാണ് ക്രീ എന്ന് ചെയ്യുന്നത്. സോ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ഒരു ബ്രില്യൻ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എൻവയൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ നമുക്കിനി സിമുലേറ്റ് ചെയ്യിക്കാൻ ക്രീ പോലെയുള്ള ബോട്ടുകൾ, ക്രീ പോലെയുള്ള കമ്പാനിയൻസ് ആക്ച്വലി ക്യാൻ ഹെൽപ്പ്. അപ്പോൾ അവിടെ ഇനി നമുക്ക് തിരിച്ച് IIT ലോകത്തേക്ക് തന്നെ വരുമ്പം എങ്ങനെയാണ് ഇപ്പം ഒരു എന്താ പറയുക, ഒരു റിസർച്ചിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കാനഡയിലെ റിസർച്ചിലേക്ക് എന്തായിരുന്നു അവിടെ എന്തൊക്കെയായിരുന്നു അവിടെ അപ്രോച്ച് ചെയ്തിരുന്നത്? എങ്ങനെയാണ് കാനഡയിലേക്ക് എത്തുന്നത്? ഓക്കെ, സോ ഏത് ഇയറാണ്? 3rd ഇയറിലാണ് ആക്ച്വലി കാനഡയിലോട്ട് പോകുന്നത്. അതും ഈ ഒരു സീക്വൻഷ്യൽ ആയിട്ട് തന്നെ IITയിലെ ലാബിൽ ജോയിൻ ചെയ്തതിന് ശേഷം ദേ ഗേവ് മീ റിസർച്ച് വർക്ക്. സോ ആദ്യം ഡേറ്റ അനാലിസിസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിലോട്ടും പിന്നെ ബോറിംഗ് വർക്ക് ആയിരുന്നല്ലോ. യെസ്, ആദ്യം ബോറിംഗ് വർക്ക് ആയിരുന്നു. ബട്ട് ദാറ്റ് ആക്ച്വലി ആ ഒരു ഡൊമൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഐ വാസ് ഓൾസോ ഡൂയിങ് കോഴ്സസ് ഓൺ AI ദാറ്റ് ടൈം. ആ ടൈമിലാണ് ആൻഡ്രൂ വെഞ്ചി ആക്ച്വലി റിലീസ് ഹിസ് കോഴ്സ്, ഡീപ് ലേണിംഗ് സ്പെഷ്യലൈസേഷൻ. അതിൻ്റെ ആക്ച്വലി ഇന്ന് ലോകത്തെ ഏറ്റവും വ്യൂഡ് കോഴ്സാണ്, കോഴ്സറയുടെ വ്യൂഡ് കോഴ്സാണ് ആൻഡ്രൂ വെഞ്ചിയുടെ ഡീപ് ലേണിംഗ് സ്പെഷ്യലൈസേഷൻ. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് പഠിക്കാൻ പറ്റിയെന്നുള്ള ആക്ച്വലി ഹെൽപ്പ് മീ എ ലോട്ട്. അവിടെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കല്ലേ, അത് നമ്മൾ ചില വർക്കുകൾ നമ്മളായാലും കുട്ടികളാണെങ്കിലൊക്കെ അത് ആദ്യം ബോറിംഗ് ആയിട്ടുള്ള വർക്കൊക്കെ അവിടെ പേഷ്യൻ്റായി നിന്നുകൊണ്ട് നമുക്ക് ആ പേഷ്യൻസ് നമ്മൾക്കോ നമ്മുടെ കുട്ടികൾക്കോ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതായത് പിന്നാണെങ്കിൽ എനിക്ക് ഫൈസിൻ്റെ ഇവിടെ ആയാലും ഒക്കെ ഫൈസിനുള്ളൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം പേഷ്യൻ്റാണ്. അതായത് ഒരു ടഫ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക, അതിനെ ബ്രേക്ക് ചെയ്ത് പേഷ്യൻ്റായി വർക്ക് ചെയ്യുമ്പോഴാണ്. ദർ ഇസ് നോ മാജിക് മിറക്കിൾ, ആകാശത്തിന് പൊട്ടി വീഴുന്ന മാജിക് മിറക്കിൾ ഒന്നും ഇല്ലല്ലോ. നമ്മൾ സ്ലോലി സ്റ്റഡിലി മേക്കിംഗ് പ്രോഗ്രസ് ആണ്. ഈച്ച് ഡേ വി മേക്കിംഗ് കോമ്പൗണ്ട് പ്രോഗ്രസ് അല്ലേ, ഓരോ ദിവസമായി പ്രോഗ്രസ് ചെയ്യാം. ഓക്കെ, അതിനൊരു ബേസിക് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ്. ആൻഡ് നമ്മളിവിടെ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത സീനിയേഴ്സൊക്കെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പം വി ഷെയർ വിത്ത് ദം ആൻഡ് ഗെറ്റ് ദെയർ ഫീഡ്ബാക്ക്. അതിനുള്ളൊരു എൻവയൺമെൻ്റ് ആണ് ആക്ച്വലി IIT നമുക്ക് അവിടെ തരുന്നത്. ഒരു വളരെ നാഷണൽ ലെവൽ തന്നെ വളരെ ഇന്നോവേറ്റീവായി തിങ്ക് ചെയ്യുന്ന ഒരു കൂട്ടം കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് മെയിൻലി IIT നമുക്ക് തരുന്നൊരു അഡ്വാൻറ്റേജ്. സോ ആ ഒരു ബെനിഫിറ്റ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് IIT കമ്മ്യൂണിറ്റി തന്നെയാണ് മൈടാക്സ് ഇൻറ്റേൺഷിപ്പിനെ പറ്റി, കാനഡയിലെ ഫെഡറൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു റിസർച്ച് ഇൻറ്റേൺഷിപ്പിനെ പറ്റി അറിയാൻ കഴിയുന്നത്. ആൻഡ് എൻ്റെ റിസർച്ച് ലാബിലെ പ്രൊഫസർ തന്നെയാണ് എനിക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ തന്ന്. ആ റെക്കമെൻഡേഷൻ ലെറ്റർ വഴിയാണ് ക്വീൻ സ്കൂൾ ഓഫ് കാനഡയിലെ ഒണ്ടാരിയോയിലെ ക്വീൻ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ റിസർച്ച് ഇൻറ്റേൺ ആയി പൊസിഷൻ കിട്ടുന്നതും. ആൻഡ് ആക്ച്വലി ഇറ്റ് വാസ് എ വെൽ ഫണ്ടഡ് പൊസിഷൻ. ഒരു 4 monthsോളം ഞാൻ കാനഡയിൽ ഇന്റേൺഷിപ്പിന് പോകുന്നതും അങ്ങനെയാണ്. അവിടെ ഇവിടുത്തെ കോഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? ദാറ്റ്സ് അനദർ ഇൻട്രസ്റ്റിംഗ് തിങ്. ഞാനിപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ
they only have 1 to 2 weeks holidays between each semesters. IIT അങ്ങനെയല്ല. IIT we have 3 to 4 months, 3.5 months സമ്മർ വെക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസംബർ ഒരു 1 month വിൻ്റർ വെക്കേഷൻ നമുക്കുണ്ട്. സോ ഈ മന്ത്സ് നമുക്ക് ഇൻറ്റേൺഷിപ്സ്, ഫോറിൻ ഇൻറ്റേൺഷിപ്സിന് പോകാനും നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും നമ്മളുടെ ഇൻട്രസ്റ്റുകൾ അനുസരിച്ച് നമുക്ക് പേഴ്സ്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആൻഡ് നമ്മൾ വെറുതെ വിടുകയല്ല IIT, അതിനും IITക്ക് ഗ്രേഡ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വെക്കേഷൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതും ഗ്രേഡഡ് ആണ് ആക്ച്വലി. അപ്പോൾ അവിടെ എനിക്ക് എന്താ പറയാനുള്ളത്, ഇപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം, സ്കൂളിലെ ടൈം കൂട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ സ്കൂളിലെ ടൈം കൂട്ടി കുറേ അവർ കുട്ടികളോട് വീണ്ടും വീണ്ടും ഒരേ ടോപ്പിക്ക് പറയുന്നതിലല്ല ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുന്ന സാധനം നടക്കുന്നത്. അതൊരു ഭയങ്കര അബദ്ധമായൊരു ധാരണയാണ് ആളുകൾക്ക്. അതായത് സ്കൂളിൻ്റെ ടൈം 1 മണിക്കൂർ കൂട്ടിയാൽ എല്ലാവർക്കും ഇതാകും എന്നുള്ളത്. അപ്പോൾ എന്നാൽ അവിടെ ഒരു സ്പെഷ്യലായിട്ട് ആളുകൾക്ക്, കുട്ടികൾക്ക് അറ്റൻഷൻ വേണ്ടുന്ന കുട്ടികൾക്ക് ദാറ്റ് ഷുഡ് ബി ഡൺ, അതാണ്. പക്ഷേ എല്ലാ കുട്ടികളും അതല്ല ചെയ്യേണ്ടത്. മാത്രമല്ല, കുട്ടികളുടെ എന്താ പറയുക പ്രൊഡക്റ്റീവായ വെക്കേഷൻ ടൈമുകളെ നമുക്ക് കണ്ടെത്തണം. 2 ട്രെൻഡ് അവിടെ ഉള്ളത് ആക്ച്വലി. ഒരു സ്കൂൾ ലൈഫിൽ ഈ ഒരു 2 month വെക്കേഷൻ വരുമ്പോഴേക്കും കുട്ടികൾക്ക് പിന്നെ എന്താ പറയുക, ഒന്നുകിൽ ചില പേരൻസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് ട്യൂഷന് വിട്ട് പഠിപ്പിക്കാൻ നോക്കും. അതും ആ സ്കൂളിൽ കമ്മിങ് ഇയറിൽ പഠിക്കേണ്ട സാധനം ഒന്നും കൂടെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതൊരു വേസ്റ്റാണ് ആക്ച്വലി. അതേസമയം കുട്ടികളെ കുറച്ചും കൂടെ സ്കിൽഡ് ആക്കാൻ, കുറച്ചും കൂടെ ഡെപ്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ പഠിപ്പിക്കാൻ, അവരുടെ കുറെ കൂടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലാണ് അവിടെ ആ സമയം വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കുട്ടികളെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓഫ് ദ ഹുക്ക് വിടും. അവർക്ക് ഒരു ഡെവലപ്മെൻറ്റും ഇല്ല, കുട്ടികൾ വെറുതെ നിൽക്കുന്നു. അപ്പോൾ ദർ ഈസ് അനദർ സ്റ്റഡി. എല്ലാ 2 month വെക്കേഷൻ കഴിഞ്ഞിട്ടും കുട്ടികൾ തിരിച്ചെത്തുമ്പം അവരുടെ പ്രീവിയസ് നോളജ് ഉണ്ടല്ലോ, അതിലേക്ക് കണക്ട് ചെയ്യാൻ ടീച്ചേഴ്സ് ആർ നോട്ട്, അതിന് സ്ട്രഗിൾ ചെയ്യാണ്. അപ്പൊ അവിടെ ഉള്ളൊരു, ഞാൻ പറയല്ലോ, വെൻ യു ബ്രിങ് ഇൻ കോളേജ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നോ വെക്കേഷൻ. ഈ പറയണത് പോലെ എന്നാൽ പേപ്പറുകൾ തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, ഒരുപാട് അവറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. സോ ദർ ഈസ് എ ഇൻഹറന്റ് ഇഷ്യൂ ദർ. അപ്പം ഞാൻ KT ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഇതൊക്കെ അഡ്രസ് ചെയ്യുന്നു. നത്തിങ് ഹാപ്പൻ. സ്കൂൾസിലൊക്കെ ആക്ച്വലി ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഈസ ഉണ്ട്, മൂസ ഉണ്ട്. ഈസ ആൻഡ് മൂസ ആർ ഓൾസോ അവർ ഡെവലപ്പർ. ആൻഡ് അവർ 8th ലും 9th ലും പഠിക്കുന്നത് സ്കൂളിൽ. 10th രണ്ടുപേരും 10th ആണല്ലോ. ഏജ് വെച്ചിട്ട് 14 13. ഓക്കെ. അവരും ആക്ച്വലി നമ്മുടെ ക്രീഡ് ഡെവലപ്പേഴ്സാണ്. ആൻഡ് ആ ഒരു രീതിയിലും കൂടി ഇപ്പോൾ പേരൻസ് അവരൊക്കെ എൻജിനീയേഴ്സ് ആണല്ലോ. ആക്ച്വലി ദേ നോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കരിക്കുലവും റിയൽ വേൾഡിൽ നമുക്ക് വേണ്ട സ്കിൽസും തമ്മിലുള്ളൊരു ഗ്യാപ്പ് നമുക്കറിയാം. സോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാവണം ഐഡിയലി ഹോളിഡേയ്സിലൊക്കെ ശ്രമിക്കേണ്ടത്. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് എവ്രി വൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഷുഡ് നോ ഈസ് ഹൗ ടു കോഡ് എന്നുള്ളൊരു സ്കിൽ. CS50 പോലെയുള്ള കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കോഴ്സസാണ്. അത്തരം കോഴ്സസ് പേഴ്സ്യൂ ചെയ്യുന്നവരോട്ടൊക്കെ മേ ബി ഇനി കോഡിങ് എന്നതിലോട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ പേഴ്സ്യൂ ചെയ്യും. ഡ്രോയിങ് ആവാം, മൾട്ടിപ്പിൾ സാധനങ്ങളാവാം. അത്തരം ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ജനിക്കുക എന്നുള്ളതാണ്. അവരിപ്പം നമുക്കൊരു ഇതെങ്ങനെയുണ്ട്, ഒരു ഏജ് ഓഫ് 12 വരെ ഒരു കുട്ടിക്ക് ഹോബീസ് ഉണ്ടാവണം. 12 കഴിഞ്ഞിട്ട് അവർക്ക് പാഷൻസ് ഉണ്ടാവണം. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, എന്താ ഈ പാഷനും ഹോബിയും തമ്മിലുള്ള വ്യത്യാസം? പാഷൻ എന്താ, എത്ര അവേഴ്സാ, പിന്നെ ആണെങ്കിൽ ലൈക്ക് ആക്ച്വലി 10 hours 20 hours ഒരു വീക്കിൽ 20 hours സ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് പാഷൻ. അപ്പോൾ ആ ഒരു അത്രയും ഇൻറ്റൻസിറ്റിയിൽ ഒരു സാധനത്തിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അവിടെ ഒരു ചോദ്യം, ഫൈസ് ആദ്യമായിട്ടായിരിക്കും ഇത്ര യങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൊളീഗ്സ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇതുവരെ വളരെ മുതിർന്ന പ്രൊഫസേഴ്സുമായിട്ടും റിസർച്ചേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഒപ്പം വയസ്സുള്ളവരുമായിട്ടൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈസി ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? ഈസി വെച്ചാണെങ്കിലും ഐ ഹാവ് ഓൾസോ വർക്ക് വിത്ത് മൂസ ഓൾസോ. രണ്ടുപേരും ആക്ച്വലി എനിക്ക് കൊളീഗ്സ് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡിസ്കഷൻസ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഡെവലപ്പിംഗ് ഇഷ്യൂസ്, ഇപ്പം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മേജർ ട്രെൻഡ്സ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ എങ്ങനെയാണ് കൊളീഗ്സിനോട് സംസാരിക്കുന്ന, കൺവെർസേഷൻ ചെയ്യുന്നത്, ഇറ്റ് വാസ് എക്സാക്ട്ലി സെയിം വിത്ത് ദം.
ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ ആർ ഓൾസോ ഫോക്കസിങ് ഓൺ സ്കൂൾ സ്റ്റഡീസ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിങ്. സോ ഇറ്റ്സ് ആക്ച്വലി നോട്ട് എക്സെപ്ഷണൽ, ലൈക്ക് എക്സെപ്ഷണൽ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ബട്ട് ദേ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ഇൻ ടു ദോസ് ഫീൽഡ്സ്. അതുകൊണ്ടാണ് ദേ ഹാവ് ദീസ് എബിലിറ്റീസ്. ആൻഡ് ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ലൈക്ക് ദാറ്റ്സ് ആൻ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൂടിയാണ് ഇതിലൂടെ ഐ തിങ്ക് ഇസ് ഹാപ്പനിങ്. അടുത്ത് പിന്നെ അങ്ങനെ ഹൗ വാസ് യുവർ ലൈഫ് അറ്റ് കാനഡ? ഹൗ വാസ് ദ വർക്ക് ദെയർ? അവിടെ പിന്നെ കൊളീഗ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളുണ്ടോ ഷെയർ ചെയ്യാൻ? കാരണം ഒറ്റയ്ക്ക് യു ആർ വെരി യങ് ഏജിലാണ് യു ട്രാവൽ ടു കാനഡ എലോൺ ആൻഡ് ആക്ച്വലി യു ബിൽഡ് എവറിത്തിങ്. ഓക്കെ, സോ ഹൗ വാസ് ഇറ്റ്? സോ ഞാനിപ്പോൾ ഇതുവരെ IIT പറ്റിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പറഞ്ഞു. ഇപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് IIT അല്ലാത്തവർക്കൊക്കെ ഇതിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളത്. എൻ്റെ ഒപ്പം മൈടാക്സ് ഇൻറ്റേൺഷിപ്പ് കിട്ടിയ ആൾ ആക്ച്വലി ഡൽഹിയിലെ ജാമിയ ഹംദാദ് നിന്നുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് ഹീ ആക്ച്വലി കംസ് ഫ്രം ജാമിയ ഹംദാദ് ഈസ് ആക്ച്വലി ടയർ 3 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് കൂടി എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള റിസർച്ച് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഒരു കോളേജ് ആരെയും തടയത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് IIT കിട്ടിയില്ല, ഇല്ല കുഴപ്പമില്ല, യു ഗെറ്റ് ആക്ച്വലി ദ സെയിം ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ കാനഡ ഗവൺമെൻറ്റിനുണ്ട്. IIT-ലാകുമ്പം യുവർ പ്രൊഫസർ ഹാവ് എ മച്ച് മോർ പവർ ഇൻ റൈറ്റിംഗ് എ റെക്കമെൻഡേഷൻ ലെറ്റർ. അതേ വ്യത്യാസമുള്ളൂ. ഈവൻ അപ്പം ഇഫ് യുവർ വർക്ക് ആൻഡ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് യുവർ പേപ്പേഴ്സ്, അത് നമ്മുടെ ഒരു ബാക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പലപ്പോഴും ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ പോകുമ്പോൾ അവരുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ നോക്കും. പ്രൊഫൈൽ ഷുഡ് ബിൽഡ് ഫ്രം ദ ഡേ വൺ. അത് ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അപ്പം ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ലൈ ചെയ്യുക അല്ലെ? ആ പയ്യനും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? അവനും ചെയ്ത എന്താ വെച്ചാൽ IIT എല്ലാ കൊല്ലവും ഇന്റേൺഷിപ്സ് കൊടുക്കുന്നുണ്ട് ഔട്ട്സൈഡ് IIT ഉള്ള സ്റ്റുഡൻസിന്. അങ്ങനെ ഉണ്ടല്ലേ? എല്ലാ കൊല്ലവും ഇയർ ലോങ് കൊടുക്കുന്നതാണ്. ഇത്തരം ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വെച്ച് ഹി ഹാഡ് എക്സ്പീരിയൻസ് ഫ്രം IITs. അപ്പോൾ അങ്ങനെയാണ് ഹി ആക്ച്വലി ഗോട്ട് റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം സച്ച് ലബോറട്ടറീസ്. And he was also actually like Tier 3 institute, it didn't stop him in pursuing his dreams and all. Currently he is IIT കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലോകം അവസാനിച്ചിട്ടൊന്നുമില്ല. Exactly. There is an excellent world out there. Yeah, go ahead. Yeah, so he's actually pursuing his MS plus PhD at KAUST right now. Okay, great. Okay, so ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. KAUST ഫുള്ളി ഫണ്ടഡ് ആയിരിക്കുമല്ലോ? Yes, completely funded റിസർച്ച് ആണ്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കാനഡയിൽ. ആൻഡ് കാനഡയിലെ റിസർച്ച് ഇന്ത്യയിലെ റിസർച്ചിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഇന്ത്യയിലെ റിസർച്ച് നമ്മൾ പറയുമ്പം PhD സ്കോളേഴ്സ് എല്ലാം നൈറ്റ് ലോങ് മുഴുവൻ ഇരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു സ്ട്രെസ്ഫുൾ വർക്കിംഗ് കണ്ടീഷൻസ് ആണ് ഇന്ത്യയിലെ PhD ലബോറട്ടറീസ് സാധാരണ ഉള്ളത്. എന്നാൽ കാനഡയിലും അത് കഴിഞ്ഞ് സൗദിയിലും സംതിങ് ദാറ്റ് ഐ നോട്ടീസ്ഡ് വാസ് വർക്ക് ലൈഫ് ബാലൻസ് വളരെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ റിസർച്ചിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട് അവർ. ആൻഡ് കൂടുതൽ അപ്ലൈഡ് റിസർച്ചിലോട്ടൊക്കെ ഫോക്കസ്ഡ് ആയിട്ടുള്ള റിസർച്ചാണ് കാനഡയിലൊക്കെ നടക്കുന്നത്. ആ ഒരു എക്സ്പോഷർ കിട്ടാനും കാനഡയിൽ ഇന്റേൺഷിപ്പ് ആക്ച്വലി ഹെൽപ്പ്. എനിക്കത് അവിടെ തോന്നിയിട്ടില്ല. ഇപ്പം എനിക്കും ഒരുപാട് പുറത്തുള്ള കൊളീഗ്സ് ഉണ്ടല്ലോ, ഐ വർക്ക് വിത്ത് പുറത്തുള്ളവരായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർക്കിൻ്റെ അവറുകളിൽ ദേ ഡോണ്ട് ഡു എനിത്തിങ് എൽസ്. അവർ ഒരു മൊബൈൽ എടുക്കുകയോ അവരൊരു വേറെ ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുകയോ ഒന്നുമില്ല. ദേ കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദാറ്റ് വർക്ക്. അപ്പോൾ അവർക്ക് 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 5 മണിക്ക് തീരും. നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ കുറച്ചൊരു വേറെ കാര്യത്തിന് മീൻസ് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. അപ്പം നമ്മളുടെ വർക്കപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വർക്ക് 9 മണിക്കും ഉണ്ട്, 10 മണിക്കും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിൻ്റെ അകത്ത് പേഴ്സണൽ കാര്യങ്ങൾ കയറ്റുമ്പോൾ അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർലി കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവർ ടൈം ബ്ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. തോന്നിയിട്ടുണ്ട് അവർ പ്രോപ്പർലി ടൈം ബ്ലോക്ക് ചെയ്യുമ്പം ആ ടൈം ബ്ലോക്കിനുള്ളിലേക്ക് അവർ ആ വർക്കിനെ കൊണ്ടുവരാൻ നോക്കും. നമുക്ക് വർക്ക് ടൈം നമ്മൾ ഇൻഫിനിറ്റി ഇടാം. അതിന് ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് when it comes to actually എന്താ പറയുക, അവിടെ ഒരു ആണും പെണ്ണും ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ ബോത്ത് ഷുഡ് ബി കോൺട്രിബ്യൂട്ടിങ് ആയിരിക്കും. രണ്ടുപേരും വർക്കിങ്ങും ആയിരിക്കും, രണ്ടുപേരും ഹൗസ് ഹോൾഡ് കാര്യത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മളുടെ ഒരു കൾച്ചറിൽ ഇപ്പം ഐ ക്യാൻ ആക്ച്വലി സേ എൻ്റെ വൈഫ് ഞാനിപ്പം
11 മണിക്ക് വർക്ക് ചെയ്താലും എൻ്റെ വൈഫ് എന്ത് ചെയ്തോളും, വീട്ടിലെ കാര്യം നോക്കിക്കോളും എന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. യെസ്. അപ്പം വാട്ട് ഇറ്റ് ഹാപ്പൻസ് ഈസ് ആക്ച്വലി ലൈക്ക് എന്താ പറയുക, നമ്മൾ ആക്ച്വലി അത് നമ്മളേക്കും ദോഷമാണ്. നമുക്കൊരു നല്ല ലൈഫ് കിട്ടുന്നില്ല. യെസ്. കാരണം നമുക്ക് നമ്മുടെ കുട്ടികളോടൊപ്പം കളിക്കാനോ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ. അപ്പം ശരിക്കും നമ്മളുടെ ടൈം മാനേജ് ചെയ്യാനും ടൈമിനെ ഇതാക്കാനും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെയും പ്രൊഡക്റ്റീവ് ആവുക, മറ്റിടത്തും പ്രൊഡക്റ്റീവ് ആവുക. ലൈഫിലെ എല്ലാ സ്ഫിയേഴ്സിലും നമ്മൾ ഈക്വലി ഇൻവോൾവ് ആവുക എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. ഞാൻ ഈ കാനഡയിലൊക്കെ സീനിയർ റിസർച്ചേഴ്സിന്റെ ലൈഫ് നോക്കുമ്പോൾ സംതിങ് ദാറ്റ് ഐ ലേൺഡ് ഫ്രം ദാറ്റ്. ക്രിങ്കിന് ഒരു സാന്ദർഭികമായി സൂചിക്കപ്പെട്ട ക്രിങ്കിന് ദർ ഈസ് ആക്ച്വലി ടൈം മാനേജ്മെന്റിന്റെ എന്താ പറയാ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. ദോസ് ഹു ഹാവിൻ ഹേർഡ് അബൌട്ട് ഇറ്റ് ആക്ച്വലി ഒന്ന് ഇതിലിട്ടാൽ മതി. പിന്നെ എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും. യാ ശ്രുതി അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കോ അല്ല ഇതിലിട്ടാൽ ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഗോ ഹെഡ്. യാ അപ്പം കാനഡയിൽ ആ ഒരു ലൈഫ് വന്നു. ഓക്കെ, എന്നിട്ട് അവിടെ അവിടെ എങ്ങനെയായിരുന്നു കൊളീഗ്സും കാര്യങ്ങളൊക്കെ? യെസ്. സോ കാനഡയിൽ ഒപ്പമുള്ള കൊളീഗ്സും ദേ വർ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. സോ അവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന PhD ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ദെയർ എയിംസ് അതിനെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ ഒരു എക്സ്പോഷർ കിട്ടാണ്. നമ്മളിനി ഏതൊരു ഡയറക്ഷനിലാവണം മൂവ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയും കൂടി നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടാണ്. ആൻഡ് കാനഡയിലെ റിസർച്ചിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രൊഫസേഴ്സ്, പ്രത്യേകിച്ച് IIT പ്രൊഫസേഴ്സ്, ദേ ആർ വെരി ബിസി. അവർക്ക് കോഴ്സസ് ചെയ്യാനുണ്ട്, അവർക്ക് പഠിപ്പിക്കാനുണ്ട്, ഗ്രേഡിങ് ചെയ്യാനുണ്ട്, അതോടൊപ്പം റിസർച്ച് ചെയ്യാനുണ്ട്. ആൻഡ് ദേ ഹാവ് ഹ്യൂജ് നമ്പർ ഓഫ് PhD സ്റ്റുഡൻസ് വിത്ത് ദം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തരുന്ന ടൈം വളരെ കുറവായിരിക്കും. കാനഡയിലും സൗദിയിലും ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഒരു വീക്കിൽ തന്നെ 1 to 2 hours നമ്മളപ്പോൾ ഇരുന്ന് നമ്മുടെ റിസർച്ച് വർക്കിൽ ഒരു പാർട്ട്ണറായി തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർവിഷൻ നമുക്ക് കിട്ടി. ഞങ്ങളുടെ ടീമിന് കിട്ടി. എനിക്കും എൻ്റെ സുഹൃത്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അഷ്ഹദ്, അവർക്കൊക്കെ കിട്ടി. ആൻഡ് ദാറ്റ് ആക്ച്വലി മെയ്ഡ് us റിയലൈസ് ലൈക്ക് PhD എന്നുള്ളതോ അല്ലെങ്കിൽ റിസർച്ച് എന്നുള്ളതോ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിരുന്ന, അങ്ങനെ ഒരു നമ്മുടെ ലൈഫിനെ തന്നെ ഒരു ഡിസ്ട്രോയ് ചെയ്യുന്ന, മറ്റ് സ്പിയേഴ്സിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. മറിച്ച് നമുക്കൊരു ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് റിസർച്ചിനും ഈക്വലി ഒരു ടീം വർക്കായിട്ട് ഇൻവോൾവ് ആവാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം മറ്റു കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് കിട്ടുന്നത് ഈ ഒരു ഫോറിൻ ഇന്റേൺഷിപ്സ് ചെയ്യുന്നതിലൂടെ. അവിടുന്നാണ് പിന്നെ ഡ്യൂക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഡ്യൂക്ക് പിന്നെ കൗസ്റ്റിലോട്ട് എത്തുന്നു. 4th ഇയറിലാണ് കൗസ്റ്റർ ഇന്റേൺഷിപ്പ്. 3rd ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്കിതാണ് 3rd ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ അതുവരെയുള്ള എക്സ്പീരിയൻസ് ആക്ച്വലി ഹെൽപ്പ് മീ ടു ഗെറ്റ് ആൻ ഇന്റേൺഷിപ്പ് അറ്റ് കൗസ്റ്റർ. ഇതേപോലെ ഇയർ ലോങ് ആയിട്ടുള്ള കൗസ്റ്റർ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സൗദിയിലെ വെരി പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. തുവലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. വെരി ഞാൻ ഇതുവരെ ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ടില്ല, ഈ ഇയറിലൊന്ന് വിസിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വെരി ബ്യൂട്ടിഫുൾ എന്ന് കേട്ടിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ, വൺ ഓഫ് ദ മോസ്റ്റ് സസ്റ്റൈനബിൾ ക്യാമ്പസ് കൂടിയാണ്. ലൈക്ക് ഒരു ഹൈ എൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലെവൽ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൗസ്റ്റ് ആക്ച്വലി ഇയർ ലോങ് ഇന്റേൺഷിപ്സ് കൊടുക്കുന്നുണ്ട് ഫോർ സ്റ്റുഡൻസ് അക്രോസ് ദ വേൾഡ്. അങ്ങനെയാണ് കൗസ്റ്റിലെ AI റിസർച്ച് ഇന്റേൺഷിപ്സ്. അവിടെയും ഇന്റേൺഷിപ്പിന് കുട്ടികൾക്ക് അവസരങ്ങളുണ്ട്. യെസ്, അപ്ലൈഡ് എന്താ പറയാ മഞ്ചേരിയിലുള്ള ഫായിസിന് കിട്ടിയിട്ടുണ്ട്. സോ ഇനി എന്താ പറയാ അവര് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ UK ലണ്ടനിലോ ഒന്നും മാത്രം വേണ്ട. യു ക്യാൻ ആക്ച്വലി എന്താ പറയാ ഈ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇന്ന് ഗ്ലോബൽ ഓപ്പൺ ആണ് ഫോർ എവരി വൺ. ഇപ്പൊ കാനഡയില് പിന്നെ ആണെങ്കിൽ ഫൈസ് വർക്ക് റിസർച്ച് ചെയ്തപ്പം ഫൈസിന് അതിന്റെ കൂടെ കിട്ടിയ ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ ഈ ഗോട്ട് എന്താ പറയാ വർക്ക് വിസ. If you want to go and work in Canada, now he ഒരു വിസ ഉണ്ട് in his hand. Even though he is not going for that, he is going to US to do his actually PhD. പക്ഷേ he got a work visa. അപ്പം ശരിക്കും ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒരു വർക്ക് വിസ എത്ര 10 years വർക്ക് വിസ കൂടെ കിട്ടുകയാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഗോ ഹെഡ്. യെസ്, ഈ മൈടാക്സ് ഗ്ലോബലിംഗ് റിസർച്ച് ഇന്റേൺഷിപ്പ് കാനഡയിലാണെന്നുണ്ടെങ്കിലും അത് അവർ ഫെഡറൽ ഗവൺമെന്റ് തന്നെ ഫോക്കസ് ചെയ്യുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ജർമ്മനി കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡാഡിൻ്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അണ്ടർഗ്രാഡ് പ്രോഗ്രാംസിൽ നിന്ന് ഇന്ത്യൻസ് അടക്കമുള്ള സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്ത് ഫുൾ ഫെസിലിറ്റി കൊടുക്കുന്ന ഇന്റേൺഷിപ്സ് ആണ്.
ഫ്രാൻസിന് ഇതേപോലെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. സൗദിയുടെ പ്രോഗ്രാമാണ് ഇപ്പം പറഞ്ഞ കൗസ്റ്റ്. സോ ഇതേപോലെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഡൊമസ്റ്റിക് ലെവലിൽ IITs-ഉം NITs-ഉം ഒക്കെ കൊടുക്കുന്ന ഇൻറ്റേൺഷിപ്സിനെ പറ്റി. സോ റിഗാർഡ്ലെസ് ഓഫ് വാട്ട് കോളേജ് വി ആർ, നമുക്ക് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. IIT-യിലുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി വി വിൽ ഗെറ്റ് ടു നോ ഫ്രം അവർ ബാച്ച്മേറ്റ്സ് എന്നുള്ളത്. അല്ലാത്തവർക്കും ഇതുപോലെ ഓൺലൈനിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ കം അക്രോസ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഫ്രോഡ് ഇൻറ്റേൺഷിപ്സുകളും ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് ആക്ച്വലി ദാറ്റ്സ് വെരി പ്രിവലൻറ്റ്. അതെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും എനിക്ക് എൻ്റെ അടുത്ത് ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, എന്തോ തായ്ലാൻഡിൽ വെച്ച് എന്തോ ഒരു UN ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അത് ആക്ച്വലി അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പോകുന്നൊരു സാധനമായിരുന്നു. സോ അപ്പം അതിലൊക്കെ നമ്മൾ എന്താ ശ്രദ്ധിക്കുക, അത്തരം സാധനങ്ങൾ. സോഷ്യൽ നെറ്റ്വർക്ക് വഴി ഇത്തരം പ്രോഗ്രാംസിന് മുൻപ് പോയുള്ളവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫൈൽസ് നോക്കിയിട്ട്. ആൻഡ് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പലരും മുമ്പ് പോയ ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ഇൻഫർമേഷൻ തരാനും കാര്യങ്ങൾ. പക്ഷെ എവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ അപ്ലൈ ചെയ്യുമ്പം അല്ല നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഒരു 2 year ബാക്കുള്ള പേഷ്യൻ്റ് ആയുള്ള വർക്കാണ് നമ്മളെ ഇങ്ങനെ ഒരിടത്ത് അപ്ലൈ അല്ലേ ചെയ്യിക്കുക. ഒരിക്കലും ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ നെക്സ്റ്റ് കം ആക്ച്വലി വൈ യു ചൂസ്, എവിടൊക്കെ PhD-ക്ക് അപ്ലൈ ചെയ്തിരുന്നു, അതേപോലെ തന്നെ വൈ യു ചൂസ് ഡ്യൂക്ക്? ഓക്കെ, സോ AI തന്നെ വെരി ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് റിസർച്ച് ഇന്ന് നടക്കുന്നുണ്ട്. സോ മൈ ഏരിയ ഓഫ് റിസർച്ച് ഈസ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻറ്ററാക്ഷൻ. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ആയിരുന്നു. ഹ്യൂമൻ ബ്രെയിൻസും കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള ബൗണ്ടറി ബ്ലർ ചെയ്യുന്നൊരു റിസർച്ച് ഏരിയ ആണ്. അതേപോലെയാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻറ്ററാക്ഷൻ, അതായത് എങ്ങനെ ഇനി വരുന്ന AI സിസ്റ്റംസ് ക്യാൻ ഇൻറ്ററാക്ട് മോർ ഹ്യൂമൻലി എന്നുള്ളൊരു റിസർച്ച് ഏരിയ. അതിൽ തന്നെ ഉപയോഗിക്കുന്നൊരു മെത്തഡോളജിയാണ് ആക്ച്വലി പ്രൊബബിലിസ്റ്റിക് മെഷീൻ ലേണിംഗ്. അതായത് ഒരു AI ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയുന്നവർക്ക് അറിയാം, നമുക്ക് പലരും അക്യുറസി പോലെയുള്ള ഫോൾസ് മെട്രിക്സ് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവും. ഓക്കേ, എനിവേ ഹി ഈസ് ഡൂയിങ് ആക്ച്വലി AIയിലുള്ള റിസർച്ച്. ആ ഒരു ഏരിയ നോക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റീസിനെ ആക്ച്വലി സെലക്ട് ചെയ്തത്. ചൂസ് 3 യൂണിവേഴ്സിറ്റീസ്, റൈറ്റ്? ഏതൊക്കെയായിരുന്നു? സോ അത്തരം ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഐ മെയിൽഡ് പ്രൊഫസേഴ്സ്. അങ്ങനെയാണ് ഡ്യൂക്കും യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയും കൗസ്റ്റും, സൗദി അറേബ്യയിലെ കൗസ്റ്റ്, ഓസ്ട്രേലിയയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി. അതോടൊപ്പം ഐ ഹാഡ് ഓപ്പർച്യൂണിറ്റി ടു കണ്ടിന്യൂ വിത്ത് PhD ഇൻ IIT. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട്. IIT-യിലുള്ള എല്ലാ അണ്ടർ ഗ്രാഡ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് PhD-യിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. സോ അത് എപ്പോഴും ഉണ്ട്. സോ അതിന് ഡ്യൂക്ക് യു ചൂസ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പം അതിന് ഏറ്റവും ഡ്യൂക്കിൽ ഇവിടെ ഈ 2 അഡ്മിഷൻ കിട്ടാൻ, 3 അഡ്മിഷൻ കിട്ടാൻ മെയിനായി കാരണമായ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? ഓക്കെ, സോ ഗ്രാജുവേറ്റ് അഡ്മിഷൻസിൽ പോകുമ്പം CGPA is actually very important factor. ഞാൻ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. CGPA ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊക്കെ ചിലവർ പറയും തുടക്കം നമ്മൾ കോളേജിലോട്ട് വരുമ്പം, ബട്ട് ഇറ്റ് പ്ലേസ് എ മേജർ റോൾ. സോ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് റാങ്ക് 1 ആയത്, ലൈക്ക് ഐ വാസ് ഡിപ്പാർട്ട്മെൻറ്റ് റാങ്ക് 1, ദാറ്റ് ഓൾസോ ഹെൽപ്പ് മീ. അതോടൊപ്പം മൈ റിസർച്ച് വർക്ക്, പബ്ലിക്കേഷൻസ്, കോഴ്സ് വർക്ക് ഏതൊക്കെ ചെയ്തു, നമ്മൾ ഗ്രേഡ് കിട്ടാൻ മാത്രമല്ല നമ്മൾ പോകുന്ന റിസർച്ച് പ്രോഗ്രാമിന് അലൈൻഡ് ആയിട്ടാണോ നമ്മൾ ചെയ്തിട്ടുള്ള കോഴ്സ് വർക്ക് എന്നതും ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ എൻ്റെ കോഴ്സസും പല കോഴ്സസും AI റിലേറ്റഡ് കോഴ്സസ് തന്നെ എടുത്തുകൊണ്ട് ദാറ്റ് വാസ് ആക്ച്വലി ബെനിഫിഷ്യൽ ഫോർ മീ. ആൻഡ് ഇത്തരം ഫോറിൻ റിസർച്ച് ഇൻറ്റേൺഷിപ്പ്, പബ്ലിക്കേഷൻസ്, ഇതിൻ്റെ എല്ലാം ഒരു റിസൾട്ടാണ് ആക്ച്വലി നമുക്ക് PhD അഡ്മിഷൻ എന്നുള്ളത്. ഒരു മെട്രിക് മാത്രമല്ല അവർ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഒന്ന് ഇനിയിപ്പോൾ മൈക്ക് എടുത്ത് ചോദിക്കാം. മൈക്ക് ഓണാക്കിയാൽ പ്രശ്നം ഉണ്ടാവും? അവിടെ ഓണാക്കാവോ സൗണ്ട്? ഓക്കെ, മൈക്ക് എടുത്തിട്ട് ആർക്കെങ്കിലും ചോദിക്കാമെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇടണമെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ എന്താ പറയുക, യുവർ വിഷസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഫൈസ് ക്രിങ്കില് ഫൈസിൻ്റെ റോള് എന്താണെന്നും കൂടെ ഞാൻ ആ ഒരു സമയത്ത് പറയാം. ഫൈസ് ഇവിടെ ഒരു
വിസിറ്റിംഗ് റിസർച്ചറാണ്. ഫൈസ് കുറച്ച് നാൾ മുമ്പ് IIT തന്നെ ഫൈസ് എന്ത് ചെയ്തിരുന്നു, ക്രിങ്കിലെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു AI, അതായത് ആളുകളുടെ ലൈഫിൽ ഡിഫിക്കൽട്ടീസിനെയും കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നൊരു AI നമ്മൾ ബിൽഡ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ ടീമിനോടൊപ്പം തന്നെ കുറച്ച് നാൾ മുമ്പോട്ട് തന്നെ ഫൈസ് ഉണ്ട്. പിന്നെ ഇപ്പം ഫൈസ് ഇവിടെ ക്രിങ്കിൽ എന്താ പറയുക ഫിസിക്കലി തന്നെ ആയിട്ട് 1 month ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഫൈസ് ഡ്യൂക്കിലേക്ക് പോയാലും ഫൈസിൻ്റെ റിസർച്ച് ഏരിയ നമ്മളുടെ വർക്കും വളരെ സിമിലർ ആണ്. അപ്പോൾ ഫൈസ് ഡ്യൂക്കിലേക്ക് പോയാലും ഫൈസ് ആസ് എ വിസിറ്റിംഗ് എന്താ പറയുക റിസർച്ചറായിട്ട് ക്രിങ്കുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പം യെസ്. Hello, ഫൈസിൻ്റെ ക്ലാസ്മേറ്റ് അക്കീലുണ്ട് ഇവിടെ. അക്കീൽ ഈസ് ഓൾസോ ഒന്ന് മൈക്ക് ഓൺ ആക്കി. അബ്ദുൽഹാദ്. ഇപ്പോ സ്കൂളിൽ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഫൈസിനെ കാണുന്നത് ആദ്യമായിട്ടാണ് പൈരിവായി. ഒന്നും കൂടെ ഒന്ന് പറയോ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ ദി വേ, ഫൈസിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ ഇപ്പോ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എലിമെന്ററി സ്കൂൾസ് 5 and below കുട്ടികൾക്ക് വളരെ ലോഡഡ് അല്ലാത്ത രീതിയിൽ നമ്മൾ പൊതുവെ നമ്മളെ കുട്ടികളെ അനലൈസ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ആൻഡ് റീഡിങ്, ജനറൽ ഹ്യൂമാനിറ്റീസ് ലാംഗ്വേജ് സ്കിൽസ് കൂടുതൽ ഓറിയന്റഡ് ആയ കുട്ടികൾ, നോൺ ടെക്നിക്കൽ ആണെന്ന് ജനറൽ നമുക്ക് മനസ്സിലാകുന്ന കുട്ടികൾക്ക് AI-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവിയിൽ യൂസ്ഫുൾ ആയേക്കാൻ സാധ്യതയുള്ള ഒരു കരിയർ ട്രാക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാമോ? എലിമെന്ററി സ്കൂൾസിലെ കുട്ടികൾക്ക് എസ്പെഷ്യലി ഹ്യൂമാനിറ്റീസ് ലാംഗ്വേജസ് ബേസ്ഡ് ആയിരിക്കാനാണ് സാധ്യത എന്ന് ഭാവിയിൽ നമുക്ക് അനലൈസ് ചെയ്യാവുന്ന, അസസ് ചെയ്യാവുന്ന രീതിയിൽ സിംറ്റംസ് കാണിക്കുന്ന കുട്ടികൾക്ക് AI ബേസ്ഡ് ആയിട്ട് ഒരു ട്രാക്ക് സജസ്റ്റ് ചെയ്യാമോ? മനസ്സിലായി. പക്ഷേ ചോദ്യം ഇങ്ങനെയാണ്, അതായത് നമുക്കൊരു 5th സ്റ്റാൻഡേർഡിന് താഴെയുള്ള കുട്ടികൾ, അവർക്ക് എന്താ പറയുക ഒരു ടെക്നോളജി ബേസ്ഡ് അല്ലാന്ന് തോന്നുന്ന കുട്ടികൾ, ഹ്യൂമാനിറ്റീസുമായിട്ട് മോർ ക്ലോസർ ആയിട്ടുള്ള കുട്ടികൾ, ഇവർക്ക് പറ്റിയ ബന്ധപ്പെട്ട കോഴ്സുകൾ എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? ആക്ച്വലി ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ടോഡ്ലേഴ്സിന് വരെയുള്ള ബുക്സ് ആക്ച്വലി ഇന്ന് അവൈലബിൾ ആണ്. സോ അത് ടെക്നിക്കൽ ലെവലിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ലെവലിലോ ഒന്നല്ല ഫോക്കസ്ഡ് ചെയ്യുന്നത്, മറിച്ചൊരു ജനറലായിട്ട് നമ്മൾ എന്തിനേയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട AI ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം AI-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, AI-യിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന മാത്തമാറ്റീഷ്യൻസിനും എഞ്ചിനീയേഴ്സിനും മാത്രമല്ല, ഹ്യൂമാനിറ്റീസ് ആക്ച്വലി പ്ലേസ് എ മേജർ റോൾ. എങ്ങനെ AI ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് ആക്ച്വലി തീരുമാനിക്കുന്ന ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് റിസർച്ചേഴ്സാണ്. അതിന് സിമി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് ഹ്യൂമാനിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള, അത് പക്ഷേ ഒരു കുറച്ചും കൂടി കോളേജിലുള്ള ലെവലിലുള്ള കുട്ടികൾക്കാണ് ലാബ്സ്, ഹ്യൂമാനിറ്റീസുകാർക്കുള്ള ലാബ്സ് സിമി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതൊരു ഷീസ് IIT മദ്രാസിൽ നിന്ന് PhD കഴിഞ്ഞ ഒരാളാണ്. ഷീ എന്താ പറയുക, ഷീസ് എ ഫെൻറ്റാസ്റ്റിക് ഗേൾ ആൻഡ് 36 അങ്ങനെ ഒരു സംഗതി ചെയ്തിരുന്നു. 5th സ്റ്റാൻഡേർഡിലൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനാണ് ഒരു അറ്റംപ്റ്റ് വേണ്ടത്. സോ ChatGPT പോലെയുള്ള ടൂൾസ് അതും അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കുക. അപ്പോൾ അത് എനിക്ക് ഒരു 5th സ്റ്റാൻഡേർഡിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മളിപ്പോഴേ അവർക്ക് ഇപ്പോൾ ഒരു കോഡിങ്, ഫോർ എക്സാമ്പിൾ ഒരു ലോജിക്കൽ തിങ്കിങ്, അപ്പോൾ ഏതിനപ്പുറം അതിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ തിങ്കിങ് ആണല്ലോ. അപ്പം കോഡിങ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ടെക്നോളജിയിലേക്ക് പോകാത്ത ആൾക്കാർ പോലും ഒരു കോഡിങ് ആസ് എ സച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയേറ്റീവ് എന്താ പറയുക ലോജിക്കൽ തിങ്കിങ് എന്ന ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അവരൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗെയിംസ് എടുത്താൽ ദാറ്റ്സ് ബീൻ ഡെവലപ്ഡ് ബൈ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കോഡേഴ്സാണ്, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ്. അപ്പം അവരൊരു റാദർ ദാൻ അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കാലിറ്റിക്ക് അപ്പുറം അവർ കുറച്ചും കൂടി ഒരു ആർട്ടിസ്റ്റിക് ഫ്രണ്ടാണ് അവിടെ ഉള്ളത്. അപ്പം ഒരു ബേസിക് കോഡിങ് ലാംഗ്വേജ് ലൈക്ക് code.org നല്ലൊരു സ്ഥലമാണ് ലേൺ ചെയ്യാൻ. പിന്നെ ഖാൻ അക്കാഡമിയിലൊരു കോഡിങ് കോഴ്സ് ഉണ്ട്. പക്ഷെ അതൊരു 5th സ്റ്റാൻഡേർഡ് അതൊരു ഡിഗ്രി ലെവൽ കോഴ്സ് ആണല്ലോ. അതിപ്പം CS50 എന്ന് പറയുന്ന ഒരു BTechനുള്ള കോഴ്സ് ആണല്ലോ. അപ്പം ആക്ച്വലി കോഡിങ് എന്നുള്ളത് ഇപ്പം നമ്മൾ കുക്കിങ്ങിനെ അല്ലെങ്കിൽ നമ്മൾ ബേസിക് സ്കിൽസ് നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെയാണ് കോഡിങ്. അതായത് AI സിസ്റ്റംസ് ഒക്കെ ഇന്ന് നമ്മുടെ ലൈഫിൻ്റെ ഒരു കമ്പാനിയൻ ആയി മാറുമ്പോൾ
how can we communicate with these systems at its most basic level എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. പിന്നെ ഒരു ഹ്യൂമാനിറ്റീസ് ലെവലിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, എനിക്ക് അങ്ങനത്തെ ആ ലെവലിലുള്ള കുട്ടികൾക്കുള്ള കോഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് എത്തിക്കൽ എയുടെ ഭാഗത്ത് അപ്പം എനിക്ക് തോന്നുന്നു AI for everyone എന്ന് പറഞ്ഞ അത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ്. It's actually for everyone. Even children can watch that course. യെസ് അതൊരു നല്ലൊരു കോഴ്സാണ്. കോഴ്സറയിൽ ഡീപ് ലേണിംഗിലോ അല്ലെങ്കിൽ deeplearning.ai പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് AI for everyone എന്നുള്ള കോഴ്സ്. ഇപ്പം നമ്മൾ ക്രിങ്കിലാണെങ്കിൽ ഇപ്പം സൈക്കോളജിസ്റ്റുകളാണെങ്കിലും മാർക്കറ്റിങ്ങിലുള്ളവരാണെങ്കിലും എല്ലാ ആൾക്കാരും നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു കോഴ്സുകളിൽ ഒന്നാണ് AI for everyone. ക്രിങ്കിൽ എല്ലാവരും, ഈവൻ സൈക്കോളജിസ്റ്റ് തൊട്ട് പ്രോഗ്രാമിംഗിൽ അല്ലാത്ത ആൾക്കാരും ഡെവലപ്പേഴ്സ് അല്ലാത്ത ആൾക്കാരും ക്രിങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് AI for everyone എന്നുള്ളത്. ഒരാൾ ജോയിൻ ചെയ്താൽ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കുന്ന ഒരു കോഴ്സാണ് പലപ്പോഴും ഇത്. എനി അതർ ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും? ഇനി അതല്ല, നിങ്ങൾക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായം പറയാം. മൈക്ക് ഓപ്പൺ ആണ്. ഇത്ര നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ തുടർന്ന് ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെയുണ്ട് നമ്മളുടെ ഒരു ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണു, അല്ലെങ്കിൽ പെട്ടില്ല എന്ന് തോന്നുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇവിടെ. സോ നമുക്കെങ്കിൽ ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒരു സാറ്റർഡേ ഈവനിങ്ങിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. ലെറ്റ്സ് സീ ഇൻ അനദർ ഡിസ്കഷൻ ഇതേപോലെ. Thank you, Romana. Thank you, Nusrat. Thank you, Lubna. Thank you, Lubna. Abdul Hadi, thank you. Abdul Hadi. Rumana, wish you for a good luck for your future endeavor. Thank you. Ayman, thank you, Ayman. എന്നിട്ട് ലിങ്ക്ഡിനിലൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഫൈസുമായിട്ടും ഒക്കെ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാം ആക്ച്വലി. ഓക്കെ, ലിങ്ക്ഡിൻ or Instagram, any other accounts. ഇനി സജഷൻ ടു ചേഞ്ച് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ എന്താ പറയുക, പോളിസി മേക്കേഴ്സ് ആവുക. പിന്നെ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പം ഫൈസ് തന്നെ എന്താ പറയുക, ഒരു ജെഇ ഇപ്പം ഫൈസ് അപ്പം തീരുമാനിക്കുക, ഞാൻ ഇവിടുത്തെ ജെഇ ഒക്കെ പൊളിച്ചിട്ട് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ പോയി കോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ നടക്കില്ല. ഫൈസ് തീരുമാനിച്ചത് ആ ഒരു സിസ്റ്റത്തിനെ തന്നെ ക്രാക്ക് ചെയ്ത് പോകാന്നുള്ളതാണ്. പിന്നെ ഫൈസ് ഇനി നാളെ ആ ലെവലൊരു പോളിസി മേക്കറൊക്കെ ആയി ഒരു IIT-യുടെ ഡയറക്ടറൊക്കെ ആയി വരുമ്പം ഫൈസ ചിലപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ ഫൈസ? അപ്പം പിന്നെ എന്താ പറയുക, ദാറ്റ് ഈസ് എ പോസിബിൾ തിങ്. അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക വെച്ചാൽ മൈക്രോ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം കണ്ടില്ല, ഒരു ഫൈസിൻ്റെ ഒരു കൊളീഗ് കാനഡയിൽ കൂടെ വർക്ക് ചെയ്ത ആൾ, ഇന്ന് PhD ചെയ്യുന്ന ഒരാൾ, ഹീ ഡിഡ് ഹിസ് ആക്ച്വലി ഫ്രം എ Tier 3 കോളേജിൽ നിന്നാണ് മൂപ്പര് വന്നത്. അപ്പം ദാറ്റ് ഈസ് പോസിബിൾ. മനസ്സിലായില്ല, എല്ലാ സിസ്റ്റവും നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യണ്ട. നമുക്ക് തന്നെ നമ്മുടെ ഒരു മൈക്രോ ഇൻഫ്ലുവൻസ് വഴി മേക്ക് ലോട്ട് ഓഫ് ചേഞ്ച്. നമുക്ക് നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യാൻ ബെറ്റർ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഒരു അണ്ടർഗ്രാഡ് പ്രോഗ്രാം അതൊരു ലിമിറ്റേഷൻ അല്ല, അതോടൊപ്പം തന്നെ ദർ ഈസ് ലോട്ട് ഓഫ് കോഴ്സസ് ആൻഡ് ഓൺലൈൻ പ്രോഗ്രാംസ് ത്രൂ വിച്ച് വി ക്യാൻ അപ്സ്കിൽ അവർസെൽവ്സ്. യെസ്, Hisna Mohammed, very helpful and raw discussion. Good luck. I hope see more sessions in the future. Inspiring. Yeah. Thank you then. Good night. Bye bye.